ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. എന്റെ മാനസപുത്രി പാർട്ട് 14. അല്പനേരം കഴിഞ്ഞപ്പോൾ ഗ്ലോറിയ ഓഫീസിൽ നിന്നിറങ്ങി. കാർ എടുത്ത് അവൾ നേരെ ഹോട്ടൽ ഡയാനയിലേക്ക് പോയി. വെളിയിൽ കാർ പാർക്ക് ചെയ്തിട്ട് അവൾ അതിനുള്ളിൽ തന്നെ ഇരുന്നു. ഉടൻ തന്നെ ഐസക്കിന്റെ കാർ അടുത്ത് വന്നു നിന്നു. അങ്കിളിനെ കാത്തിരിക്കുമായിരുന്നു ഞാൻ. കാറിൽ നിന്നിറങ്ങി ചെന്ന് ഗ്ലോറിയ പറഞ്ഞു, എന്നാൽ മോൾ വാ. ഐസക്കിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൊഞ്ചലോടെ സംസാരിച്ചവൾ റെസ്റ്റോറന്റിലേക്ക് ചെന്നു. മോൾക്ക് എന്ത് ഐസ്ക്രീമാ വേണ്ടത്? ഒരു മേശയ്ക്ക് ഇരുവശത്തുമായി ഇരുന്ന് കഴിഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു. ശരിക്കും ലഞ്ചിന് ശേഷം ആ ഐസ്ക്രീം കഴിക്കേണ്ടത്. ഞാൻ ഇന്നും വീട്ടിൽ പോയാ ലഞ്ച് കഴിക്കുന്നേ. എൽസി നോക്കിയിരിക്കും എന്നെ. സാരമില്ല, ഇന്ന് നമുക്ക് ഇവിടുന്ന് ലഞ്ച് കഴിക്കാം. അങ്കിൾ വീട്ടിലേക്കൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. വിഭവസമൃദ്ധമായൊരു ലഞ്ചാണ് ഗ്ലോറിയയ്ക്ക് വേണ്ടി അയാൾ ഓർഡർ ചെയ്തത്. 1 മണിക്കൂറിലേറെ നേരമെടുത്തു അവർ കഴിച്ചു തീരാൻ. ഇനി ഐസ്ക്രീം, അവൾ പറഞ്ഞു. വാനിലയാണോ? അല്ല, ചോക്ലേറ്റ് ഐസ്ക്രീം. അവർ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഐസക്കിന്റെ മൊബൈലിൽ വീട്ടിൽ നിന്ന് വിളി വന്നത്. ഇന്നെന്താ വിശപ്പൊന്നുമില്ലേ? മണി 1:30 കഴിഞ്ഞല്ലോ. 2 കിലോയുടെ ഒരു ആറ്റുവാള കിട്ടി. ഞാനത് കറി വെച്ച് നോക്കിയിരിക്കുക. എൽസി പറഞ്ഞു. സോറി എൽസി, ആറ്റുവാള കറി കൂട്ടി രാത്രി ചോറുണ്ടോളാം. ഞാനിപ്പോ ഗ്ലോറിയ മോളുമൊത്ത് ഡയാനയിൽ നിന്ന് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുക. എൽസി ഒരക്ഷരം പോലും പറയാതെ ഉടനെ ഫോൺ വെച്ചു. അവൾക്ക് വല്ലാത്ത അരിശം വന്നു. ഐസക്കിനെ പെണ്ണ് വിടാതെ പിടികൂടിയിരിക്കുകയാണല്ലോ. എന്താണ് അവളുടെ ഉദ്ദേശം? ഐ ലവ് യു എന്ന് കർച്ചീഫ് സമ്മാനിച്ചിരിക്കുന്നു. രാവിലെ ഒന്നിച്ചോടാൻ പോകുന്നു. ഉച്ചയ്ക്ക് ഹോട്ടലിൽ നിന്ന് ഊണ് കഴിക്കുന്നു. ആ പെണ്ണ് എന്തെങ്കിലും വിവരദോഷം പറഞ്ഞാൽ തന്നെ ഐസക് അവളുടെ താളത്തിനൊത്ത് തുള്ളാമോ? ഇന്നിങ്ങ് വരട്ടെ. ഐസക് വന്നപ്പോൾ സന്ധ്യയായി. എൽസിയുടെ മുഖത്തെ ഈർഷ്യ കണ്ടപ്പോൾ ഉച്ചയ്ക്ക് താൻ ഊണ് കഴിക്കാൻ വരാത്തതിന്റെ പരിഭവമായിരിക്കുമെന്ന് അയാൾ വിചാരിച്ചു. ആറ്റുവാള എവിടുന്ന് കിട്ടി? അവളെ മയപ്പെടുത്തി എടുക്കാനായി അയാൾ സംഭാഷണം ആരംഭിച്ചു. എവിടുന്ന് കിട്ടിയാലെന്താ? ഞാൻ എല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചിട്ടും ഒരു കാര്യം ഉണ്ടായില്ലല്ലോ. അതിപ്പോ ഉച്ചയ്ക്ക് ലഞ്ച് മേടിച്ചു തരാമോന്ന് ഗ്ലോറിയ ചോദിച്ചപ്പോ ഞാൻ എന്തു ചെയ്യും? അവളെ നിരാശപ്പെടുത്താൻ പറ്റുമോ? നമ്മുടെ മരുമോളായി നാളെ ഈ വീട്ടിൽ വന്ന് കയറാനുള്ളവളല്ലേ? ഐസക് സ്വയം ന്യായീകരിച്ചു. എന്നാലും ആ കൊച്ചിനെയും കൊണ്ട് കണ്ട ഹോട്ടലിലൊക്കെ കയറി ഇറങ്ങി നടന്ന കാണുന്നവരൊക്കെ എന്നാ വിചാരിക്കും? ഐസക് എന്താ ഇത്തരം ബുദ്ധിമോശം കാണിക്കുന്നേ? എന്റെ മോളെയും കൊണ്ട് ഞാൻ എവിടെയും പോവും. കാണുന്നവരൊക്കെ എന്തു വേണേലും പറഞ്ഞോട്ടെ, എനിക്കൊരു ചുക്കുമില്ല. അയാൾ ശബ്ദമുയർത്തി. എൽസി പിന്നെ ഒന്നും പറഞ്ഞില്ല. ഐസക് കുളിക്കാനായി ബാത്റൂമിലേക്ക് പോയപ്പോൾ അവൾ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് ചെന്നു. കമ്പ്യൂട്ടറിൽ ഒരു CD ഇട്ട് റോബിൻ അത് രഹസ്യമായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ റോബിൻ വാതിലിൽ മുട്ടി. എൽസി ഉറക്കെ വിളിച്ചു. ഉള്ളിൽ നിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു വാതിൽ. വരുന്നു മമ്മി, അവൻ വിളിച്ചു പറഞ്ഞു. കമ്പ്യൂട്ടറിൽ നിന്ന് വേഗം CD എടുത്തിട്ട് റോബിൻ ചെന്ന് വാതിൽ തുറന്നു. നീ എന്ത് ചെയ്യുമായിരുന്നു മോനെ? മുറിയിലേക്ക് കയറി ചെന്ന് എൽസി ചോദിച്ചു. പഠിക്കുമായിരുന്നു. എത്ര വായിച്ചിട്ട് അങ്ങോട്ട് തീരുന്നില്ല മമ്മി, അത്രയ്ക്കുണ്ട്. സാരമില്ല. നീ ഗ്ലോറിയെ കാണാറുണ്ടോടാ? സമയം കിട്ടിയിട്ട് വേണ്ടേ? ദിവസവും അവളെ കാണണം. 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ഒന്നിച്ചിരിക്കണം, മനസ്സിലായോ? മമ്മി പറയുന്നത് മനസ്സിലായില്ലെങ്കിലും അവൻ തല കുലുക്കി. സ്റ്റാർ മൂവീസിൽ ഒരു നല്ല പടമുണ്ട്. ഞാനിന്ന് അത് കണ്ടിട്ടേ കിടക്കുന്നുള്ളൂ. അത്താഴം കഴിഞ്ഞപ്പോൾ ഐസക് പറഞ്ഞു. കുറ്റാന്വേഷണ ഇംഗ്ലീഷ് സിനിമകൾ ഐസക്കിന് ഹരമാണ്. ഇടയ്ക്കിടെ ഇത്തരം സിനിമകൾ അയാൾ ഉറക്കമൊഴിച്ചിരുന്ന് കാണും. ഡ്രോയിങ് റൂമിലിരുന്ന് ഐസക് സിനിമ കാണാൻ തുടങ്ങിയപ്പോൾ എൽസി കിടപ്പ് മുറിയിലേക്ക് ഉറങ്ങാൻ പോയി. അവൾ പലതും ആലോചിച്ചുകൊണ്ട് എപ്പോഴും ഉറങ്ങി. ടെലിഫോൺ ബെല്ലടിക്കുന്നത് കേട്ടുകൊണ്ടാണ് അവൾ പിന്നെ ഉണർന്നത്. ക്ലോക്കിൽ മണി 12:30. ആരാണ് ഈ പാതിരാത്രിയിൽ? ഉറക്കച്ചടവോടെ എൽസി എഴുന്നേറ്റ് ചെന്ന് ബെഡ്റൂമിലെ എക്സ്റ്റൻഷൻ ഫോൺ എടുത്തു. അപ്പോഴേക്കും ഡ്രോയിങ് റൂമിലെ ഫോൺ എടുത്ത് ഐസക് സംസാരം തുടങ്ങി കഴിഞ്ഞിരുന്നു. ഹലോ അങ്കിളെ, ഞാനാ, ഇത് ഗ്ലോറിയ. അവളുടെ പേര് കേട്ട നിമിഷം എൽസിയുടെ ഉറക്കം തെളിഞ്ഞു. എന്താ മോളെ ഈ നേരത്ത്? ഐസക് ചോദിച്ചു. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അങ്കിളെ. ഞാനിങ്ങനെ ഓർത്ത് കിടക്കുമായിരുന്നു. ഇന്നത്തെ ദിവസം ഞാൻ മറക്കത്തില്ല. നമ്മൾ 2 പേരും കൂടി ഇന്ന് ഉച്ചയ്ക്ക് ഹോട്ടലിൽ എന്ത് രസമായിരുന്നു. എൽസി അറിയാതെ പല്ല് ഞെരിച്ചു. അങ്കിളിന് സന്തോഷമായി മോളെ. ആന്റി ഉറങ്ങിയോ? അവൾ നല്ല ഉറക്കമാ. അത് നന്നായി. നമുക്ക് എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചിരിക്കാമല്ലോ. വേണ്ട മോളെ, ഉറങ്ങിക്കോ. അങ്കിൾ TV-യിൽ ഒരു സിനിമ കണ്ടോണ്ടിരിക്കുക. ബാക്കി കൂടി കാണണം. ഓക്കെ അങ്കിൾ, സിനിമ ഉണ്ടോ? പക്ഷേ ഒരു കാര്യത്തിൽ അങ്കിളിനോട് എനിക്ക് പിണക്കമുണ്ട്. അവൾ പരിഭവം നടിച്ചു. അതെന്തിനാ? ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഒരു ഷർട്ട് മേടിച്ചോണ്ട് വന്നിട്ട്
ഇതുവരെ അങ്കിൾ അത് ഇട്ടു നോക്കിയില്ലല്ലോ. അത്രേ ഉള്ളോ? ഞാനത് ഇട്ടുകൊണ്ട് നാളെ മോളെ കാണാൻ വരുന്നുണ്ട്, പോരെ? മതി. ഗ്ലോറിയ ഫോൺ വെച്ചു. അവൾക്ക് തൃപ്തിയായി. എൽസി ആ സംസാരം മുഴുവൻ കേട്ട് കാണുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഐസക്കുമായി സംസാരം തുടങ്ങിയ ശേഷം ലൈനിൽ ക്ലിക്ക് എന്നൊരു ശബ്ദം അവൾ കേട്ടിരുന്നു. ബെഡ്റൂമിലെ എക്സ്റ്റൻഷൻ ഫോൺ എൽസി എടുത്ത ശബ്ദമല്ലാതെ മറ്റെന്താണത്? അവൾ വീണ്ടും ഉറങ്ങാൻ കിടന്നു. എൽസി അപ്പോൾ കോപം കൊണ്ട് ജ്വലിക്കുകയായിരുന്നു. അവൾ വേഗം ചെന്ന് കബോർഡ് തുറന്നു ഗ്ലോറിയ സമ്മാനമായി കൊടുത്ത ആ ഷർട്ട് എടുത്തു. നാളെ ഐസക് ഇതിട്ടുകൊണ്ട് അവളെ സന്തോഷിപ്പിക്കാൻ പോകണ്ട. അവൾ ഒരു ബ്ലേഡ് എടുത്ത് ഷർട്ടിൽ അവിടെ കീറലുണ്ടാക്കി. എന്നിട്ടത് വീണ്ടും കബോർഡിലേക്ക് തള്ളി. രാവിലെ സോഫിയ മുറ്റമടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജോസഫ് ഗേറ്റ് തുറന്ന് കയറി വന്നത്. ലുങ്കി ഷർട്ടുമായിരുന്ന വേഷം. താടി വളർത്തിയിരുന്നത് കൊണ്ട് അയാളെ അവൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ല. ജോസഫിന്റെ നോട്ടം കണ്ട് സോഫിയ പെട്ടെന്ന് നിവർന്നു നിന്നു. നീ അങ്ങ് മിനുങ്ങിപ്പോയല്ലോടി, വല്ലാത്തൊരു ചിരിയോടെ അയാൾ പറഞ്ഞു. സ്വരം കേട്ടപ്പോഴാണ് അവൾക്ക് അയാളെ ഓർമ്മ വന്നത്. റബ്ബർ വെട്ടുകാരൻ ജോസഫ്. ഞാനിനി തിരിച്ചു വരത്തില്ലെന്ന് നീ വിചാരിച്ചു അല്ലയോടി? ജോസഫ് വന്നത് നിന്നെ പ്രതിയാ. സൂസം ഇവിടുന്ന് പോയെന്നറിഞ്ഞു. അതെന്തായാലും നമുക്ക് സൗകര്യമായി. വെറുപ്പോടെ അയാളെ ഒന്ന് നോക്കിയിട്ട് ചൂലുമായി സോഫിയ വീടിന്റെ പുന്നാമ്പുറത്തേക്ക് പോയി. അവളുടെ പോക്ക് നോക്കി ജോസഫ് ഒന്ന് ഊറി ചിരിച്ചു. പിന്നെ വരാന്തയിലേക്ക് കയറി. സാമുവൽ സാറേ, ആരുമില്ലേ ഇവിടെ? അയാൾ ചോദിച്ചു. ആരാ? സാമുവൽ സാർ പുറത്തേക്ക് ഇറങ്ങി വന്നു. സാറേ, ഞാനാ, ജോസഫ്. ഇത്രയും നാൾ നീ എവിടായിരുന്നടാ ജോസഫേ? ആശ്ചര്യത്തോടെ സാമുവൽ സാർ ചോദിച്ചു. ഞാൻ മാനന്തവാടിയിലായിരുന്നു സാറേ. ഞങ്ങളുടെ ഉപ്പാപ്പൻ അവിടെ അല്ലേ. ഇന്നലെ രാത്രിയില ഞാൻ വന്നേ. അരുവിത്തറ അലോഷ്യസിനെ ഷാപ്പിൽ വെച്ച് കുത്തിയിട്ട് നീ ഒളിവിൽ പോയതല്ലേ? കേസൊക്കെ തീർന്നോടാ? അപ്പോ സാമുവൽ സാർ ഒന്നും അറിഞ്ഞില്ലേ? അലോഷ്യസിനെ കുത്തിയത് ഞാനല്ലായിരുന്നു, പള്ളിപ്പറമ്പിലെ കറിയാച്ചനാ. 2000 രൂപ കൊടുത്ത് അവൻ കേസം ഒതുക്കി തീർത്തു. സംസാരം കേട്ട് ജോളി പുറത്തേക്ക് ഇറങ്ങി വന്നു. ജോസഫ് അവളെ ഒന്ന് നോക്കി. അല്ല, ജോളി ഇവിടെ ഉണ്ടായിരുന്നോ? പഠിത്തമൊക്കെ കഴിഞ്ഞോ? അയാൾ ചോദിച്ചു. കഴിഞ്ഞു. ജോസഫ് ഇതെവിടായിരുന്നു? അമ്മച്ചിയോട് ചോദിച്ചപ്പോ താൻ സ്ഥലം വിട്ടു പോയെന്നാ പറഞ്ഞെ. കുറച്ചു നാളൊന്നും മാറി നിന്നതാ. വേറെ എവിടെ പോയാലും നമ്മുടെ നാട് പോലെ ഒക്കത്തില്ല ജോളി. അടുക്കളയിൽ നിന്നുകൊണ്ട് സോഫിയ ആ സംസാരമെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. നാളെ മുതൽ ഞാൻ ആ പണിക്ക് വരുന്നേ. അക്കാര്യം പറയാൻ വന്നതാ, ജോസഫ് പറഞ്ഞു. സോഫിയ അത് കേട്ട് ഭയന്നു. പഴയതുപോലെ അയാൾ വല്ല അതിക്രമവും കാണിക്കാൻ വരുമോ? അന്ന് സഹായത്തിന് സൂസമ്മച്ചി ഉണ്ടായിരുന്നു. ഇന്നോ? ജോസഫ് അല്പനേരം കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ മുതൽ അയാൾ റബ്ബർ വെട്ടാൻ വന്നു. അയാൾ പാലെടുത്ത് ഉറയൊഴിച്ചിട്ട് പോകുന്നത് വരെ സോഫിയ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിച്ചു. അയാളിൽ നിന്ന് ഉപദ്രവമൊന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ അയാളെ എന്തിനു പേടിക്കണം? താനിപ്പോൾ ഒളിച്ചു താമസിക്കുമൊന്നും അല്ലല്ലോ. അന്ന് ഉച്ചയ്ക്ക് വിളമ്പിക്കൊടുത്തതിന്റെ പകുതി ചോറ് പോലും ഉണ്ണാതെ ജോളി എഴുന്നേറ്റ് പോയി. എന്താടി, നിനക്ക് വിശപ്പില്ലേ? റോസമ്മ ചോദിച്ചു. ഇത്തിരി മീൻചാറോ ഒരു കഷ്ണം ഇറച്ചിയില്ലാതെ എങ്ങനെ അമ്മച്ചി ചോറുണ്ണുന്നേ? എനിക്ക് ഈ ക്യാബേജ് തോരനും വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയൊന്നും പിടിക്കത്തില്ല. പാപ്പച്ചൻ വന്നിട്ട് ഇപ്പൊ 3-4 ദിവസമായി. അതുകൊണ്ടല്ലേ മോളെ മീൻ കിട്ടാത്തെ. മീൻകാരൻ പാപ്പച്ചൻ എന്നും എന്തെങ്കിലും മീനും കൊണ്ട് വരുമായിരുന്നു. കുറെ ദിവസമായി അയാളെ കണ്ടിട്ട്. ചന്തയിൽ പോയാ എന്താ മീൻ കിട്ടില്ലേ? അല്ലെങ്കിൽ ഇറച്ചിക്കട ഉണ്ടല്ലോ അവിടെ. അച്ചാച്ചൻ മീൻ മേടിക്കാൻ ചന്തയിൽ പോകത്തില്ലെന്ന് നിനക്കറിയത്തില്ലേ മോളെ? റോസമ്മ ചോദിച്ചു. ഇവിടെ വേറെ ആരുമില്ലേ ചന്തയിൽ പോകാൻ? തന്നെ ഉദ്ദേശിച്ചാണ് ജോളി അങ്ങനെ ചോദിച്ചതെന്ന് സോഫിയയ്ക്ക് മനസ്സിലായി. നാളെ ഞാൻ ചന്തയിൽ പോകാം, അവൾ പറഞ്ഞു. പിറ്റേന്ന് സഞ്ജിയുമായി സോഫിയ ചന്തയിലേക്ക് പോയി. ആ നേരത്താണ് പ്രകാശിന്റെ ഫോൺ വന്നത്. ജോളി റിസീവർ എടുത്തു. സോഫി ഇവിടെ ഇല്ലേ? അവൾ പറഞ്ഞു. എവിടെ പോയി? അവൾ മാർക്കറ്റിൽ പോയേക്കുവാ. വരുമ്പോ വല്ലതും പറയണോ? എന്റെ മൊബൈൽ നമ്പർ മാറ്റമാ, പുതിയ നമ്പർ പറഞ്ഞു തരാം. അത് സോഫിയക്കൊന്ന് കൊടുക്കാമോ? പിന്നെന്താ, പറഞ്ഞോ. പ്രകാശ് അയാളുടെ പുതിയ നമ്പർ പറഞ്ഞു കൊടുത്ത് അവൾ ഒരു കടലാസിൽ എഴുതിയെടുത്തു. അയാൾ ഫോൺ വെച്ചപ്പോൾ ജോളി ആ നമ്പറിൽ നോക്കി ഒരു നിമിഷം നിന്നു. സോഫിയ അയാളെ വിളിച്ചാൽ കിട്ടാൻ പാടില്ല. അവൾ അങ്ങനെ സൂഹിക്കണ്ട. ജോളി വേറൊരു കടലാസിലേക്ക് ആ നമ്പർ പകർത്തി എഴുതി. പക്ഷേ അവസാനത്തെ അക്കമായ 3 പകരം 8 എന്നാണ് അവൾ എഴുതിയത്. ഈ നമ്പറിൽ വിളിച്ചാൽ അവൾക്ക് വേറെ ആരെങ്കിലും ആയിരിക്കും കിട്ടുന്നത്. നിന്റെ പ്രകാശ് സാർ വിളിച്ചായിരുന്നു. മൊബൈൽ നമ്പർ മാറ്റമാ, പുതിയത് തന്നിട്ടുണ്ട്, ഇന്നാ വെച്ചോ. സോഫിയ ചന്തയിൽ നിന്ന് വന്നപ്പോൾ ഒരു കടലാസ് എടുത്ത് അവൾ കൊടുത്തു. സോഫിയയ്ക്ക് വല്ലാത്ത നിരാശ തോന്നി.
പ്രകാശ് സാർ വിളിച്ചപ്പോൾ താൻ ഇവിടെ ഇല്ലാതായി പോയല്ലോ. ഫോൺ നമ്പർ എഴുതിയ ആ കടലാസ് അവൾ കൊണ്ടുവന്ന് ഭദ്രമായി അവളുടെ എയർ ബാഗിൽ വെച്ചു. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് മയങ്ങാൻ കിടന്നപ്പോൾ സോഫി അവളുടെ മുറിയിലിരുന്നു തയ്യൽ വിട്ടുപോയ ചുരിദാർ തുന്നാൻ തുടങ്ങി. ആരുമില്ല ഇവിടെ. അടുക്കള മുറ്റത്ത് നിന്നൊരു ചോദ്യം കേട്ടപ്പോൾ സോഫിയ വാതിൽ തുറന്ന് ഇറങ്ങിച്ചെന്നു. ജോസഫ് ആയിരുന്നു അത്. വാഴക്കൊല വെട്ടാനുണ്ടെന്ന് രാവിലെ സാമുവൽ സാർ പറഞ്ഞായിരുന്നു. ആ വാക്കത്തിങ് എടുത്തോണ്ട് വാ. ഒന്നും മിണ്ടാതെ അവൾ ചെന്ന് വാക്കത്തി എടുത്തോണ്ട് വന്നു. എവിടാ കൊല നിൽക്കുന്നേ? അയാൾ ചോദിച്ചു. തൊഴുത്തിന്റെ പിന്നിൽ ഒരു ഞാലിപ്പൂവൻ കൊല വിളഞ്ഞ് പഴുക്കാറായി നിൽക്കുന്നുണ്ടായിരുന്നു. സോഫിയ അങ്ങോട്ട് ചെന്നു. പിന്നാലെ ജോസഫും ചെന്നു. തൊഴുത്തിന്റെ മറവിൽ വെച്ച് പെട്ടെന്ന് ജോസഫ് അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ജോസഫിനൊരാഗ്രഹം തോന്നിയാ പിന്നെ അത് പെട്ടെന്നൊന്നും ഇറങ്ങി പോകത്തില്ല മോളെ. വലത് കയ്യിലുണ്ടായിരുന്ന വാക്കത്തിയിൽ സോഫിയയുടെ പിടിമുറുകി. കാപ്പിച്ചെടിയുടെ മറവിൽ നിന്നുകൊണ്ട് ജോളി ആ രംഗം കാണുന്നുണ്ടായിരുന്നു. കയ്യേന്ന് വിട ജോസഫെ, സോഫിയ പറഞ്ഞു. വിട്ടില്ലേൽ നീ എന്നാ ചെയ്യും? ജോസഫ് അവളെ ബലമായി ശരീരത്തോട് ചേർത്ത് പിടിച്ചു. സോഫിയ കുതറി. അയാൾ വിട്ടില്ല. അവൾ വാക്കത്തി ഉയർത്തി അയാളെ ആഞ്ഞു വെട്ടി. ഉയർന്നു താഴുന്ന വാക്കത്തി കണ്ട് ജോസഫ് പെട്ടെന്ന് കൈയെടുത്ത് തടഞ്ഞു. വെട്ടിന്റെ ഊക്ക് കുറയ്ക്കാനല്ലാതെ രക്ഷപ്പെടാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഷർട്ടിന്റെ കൈ മുറിച്ചുകൊണ്ട് കൈത്തണ്ടയുടെ മീതെ ഒരു ചുവന്ന രേഖയാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. പിന്നെ ആ ഭാഗം രക്തം കൊണ്ട് കുതിർന്നു. ജോസഫ് പെട്ടെന്ന് പിന്നോട്ട് മാറി. എടി, നിന്നെ ഞാൻ! വലത് കൈകൊണ്ട് മുറിവിൽ അമർത്തി പിടിച്ച് അയാൾ രൂക്ഷഭാവത്തിൽ നോക്കി. സോഫിയ ഭയന്നു പോയി. അറിയാതെ വാക്കത്തെ അവളുടെ കയ്യിൽ നിന്ന് നിലത്തേക്ക് വീണു. പെട്ടെന്ന് ജോളി ഓടി വന്നു. എന്താ ജോസഫേ ഉണ്ടായേ? കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ, എന്നാ പറ്റി? ഒന്നും അറിയാത്ത മട്ടിൽ അവൾ ചോദിച്ചു. ഇവൾ എന്നെ വെട്ടിയതാ ജോളി, ഞാനൊന്നും ചെയ്തില്ല. ഈ പെണ്ണിന് വട്ട, വേദനയോടെ അയാൾ പറഞ്ഞു. അല്ല ചേച്ചി, ഇയാൾ എന്നെ കയറി പിടിച്ചപ്പോഴാ ഞാൻ വെട്ടിയത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ചേച്ചി, അമ്പരന്ന് സോഫിയ പറഞ്ഞു. ചോര കണ്ടമാനം പോകുന്നുണ്ടല്ലോ ജോസഫേ. ജോളി വേഗം അവളുടെ കഴുത്തിൽ കിടന്നിരുന്ന ഷോളെടുത്ത് അയാളുടെ ചുമലിന് താഴെ കൈത്തണ്ടയിലുണ്ടായ മുറിവിൽ ചുറ്റിക്കെട്ടി. നോക്കി നിൽക്കാതെ വാക്കത്തി എടുത്തോണ്ട് പോടി, ജോളി ആക്രോശിച്ചു. ഭയന്ന് സോഫിയ വാക്കത്തി എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. ജോസഫെ, ഞാനൊരു ഓട്ടോ വിളിച്ചു തരാം. വേഗം നമ്മുടെ പ്രേംനാഥ് ഡോക്ടറുടെ ആശുപത്രിയിലേക്ക് പൊയ്ക്കോ. സ്റ്റിച്ച് ഇട്ടാൻ നിൽക്കുന്ന മുറിവേ കാണത്തുള്ളൂ, ജോളി പറഞ്ഞു. അവർ വീടിന്റെ മുൻവശത്തേക്ക് ചെന്നു. വേദന കടിച്ചമർത്തി ജോസഫ് വരാന്തയിലിരുന്നു. ജോളി കവലയിലേക്ക് ഫോൺ ചെയ്ത് ഓട്ടോയ്ക്ക് പറഞ്ഞു. പള്ളിക്കവലയിൽ ചെറിയൊരു ആശുപത്രിയുണ്ട്, പ്രേംനാഥ് ക്ലിനിക്. ചെറിയ അസുഖങ്ങൾക്കൊക്കെ നാട്ടുകാർ അവിടെ പോകും. കിടത്തി ചികിത്സയൊന്നുമില്ല. ഫോൺ ചെയ്തിട്ട് ജോളി വേഗം ജോസഫിന്റെ അടുത്തേക്ക് ചെന്നു. അവൾ വെട്ടിയതാണെന്നൊന്നും പറയണ്ട കേട്ടോ. പോലീസ് കേസായാൽ ജോസഫ് ആയിരിക്കും ചിലപ്പം പ്രതിയാകുന്നേ. അവളെ കയറി പിടിച്ചപ്പോഴാ വെട്ടിയെന്ന് അവൾ പറയും. പിന്നെ ഞാൻ എന്നാ പറയും ജോളി? അയാൾ ആദ്യോടെ ചോദിച്ചു. അവളൊന്ന് ആലോചിച്ചു. വീട്ടിൽ പിള്ളേരൊന്നും ഇല്ലയോ? അവൾ ചോദിച്ചു. മോളിമാമയുടെ 2 മക്കളുണ്ട്. എന്നാ ജോളി? എന്നാ പ്രായമുണ്ട്? മൂത്തവൻ 7, ഇളയവന് 4. മൂത്തവൻ കളിയായിട്ട് വെട്ടിയതാണെന്ന് പറഞ്ഞാൽ മതി, അതാ നല്ലത്. പെട്ടെന്ന് അകലെ നിന്ന് ഓട്ടോ വരുന്ന ശബ്ദം അവൾ കേട്ടു. ജോസഫ്, ഇവിടെ ഒന്ന് വണ്ടി കയറണ്ട, റോഡിലോട്ട് ചെല്ല്, ആർക്ക് സംശയം ഉണ്ടാകണ്ട. അയാൾ വേഗം റോഡിലേക്ക് ഇറങ്ങിപ്പോയി. ജോളി ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. അവളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി ഊറി. അവളുടെ മനസ്സിലൊരു പദ്ധതി തയ്യാറാവുകയായിരുന്നു. ജോസ് കോളേജ് ലെക്ചറർ പ്രകാശ് മാത്യുവിനെ കൊണ്ട് ഒരു കാരണവശാലും സോഫിയെ കെട്ടിക്കുകയില്ല. അതിനുള്ള മാർഗമാണ് മുന്നിൽ തെളിഞ്ഞിരിക്കുന്നത്. ജോളി മെല്ലെ അടുക്കളയിലേക്ക് ചെന്നു. പേടിച്ചരണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു സോഫിയ. ജോളി അവളെ തറപ്പിച്ചൊന്ന് നോക്കി. ചോരമയം കഴുകിക്കളഞ്ഞ് വാക്കത്തി ഭിത്തിയുടെ മൂലയിൽ ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. ചോര കഴുകി തെളിവ് നശിപ്പിച്ചു. നീ ആള് കൊള്ളാലോടി, ജോളി അവളെ പരിഹസിച്ചു. ദയനീയ ഭാവത്തിൽ സോഫിയ അവളെ ഒന്ന് നോക്കി. ഒന്നുമില്ലേലും നീ ഇവിടെ ഞങ്ങളുടെ സഹായത്തിന് നിൽക്കുന്ന പെണ്ണല്ലയോ? നിന്നെ ഞാൻ പോലീസിന് കൊടുക്കുന്നില്ല. ആരോട് ഇക്കാര്യം പറയണ്ടെന്ന് ഞാൻ ജോസഫിനോട് കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടുണ്ട്. അവൻ ആരോടും പറയുകയല്ല. ചേച്ചി, ഞാൻ സോഫിയ സ്വയം വിശദീകരണം നടത്താൻ തുനിഞ്ഞു. ജോളി കൈ ഉയർത്തി തടഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട. ഈ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, മനസ്സിലായില്ലേ? അച്ചാച്ചനും അമ്മച്ചിയും ഇതൊന്നും അറിയരുത്. ഇല്ലെന്നവൾ തല കുലുക്കി. ആരും ഒന്നും അറിഞ്ഞില്ല. പിറ്റേന്ന് ജോസഫ് റബ്ബർ വെട്ടാൻ വന്നില്ല. അടുത്ത ദിവസം കയ്യിൽ വെച്ച് കെട്ടുമായി അയാൾ വന്നു. കൈക്ക് എന്നാ പറ്റിയടാ ജോസഫെ? സാമുവൽ സാർ ചോദിച്ചു. ഒന്നും മുറിഞ്ഞതാ സാറേ, 3-4 തയ്യലുണ്ട്. ഒരാഴ്ച പിടിക്കും കരിയാൻ.
ഇടത് കൈ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അയാൾ പറയുന്നത് അടുക്കളയിൽ നിന്നുകൊണ്ട് സോഫിയ കേട്ടു. സാമുവൽ സാറിനോട് എല്ലാം തുറന്നു പറയേണ്ടതായിരുന്നുവെന്ന് അവൾക്ക് അപ്പോൾ തോന്നി. പക്ഷേ ഇനി വേണ്ട, ജോസഫിൽ നിന്ന് ഇനി ഉപദ്രവം ഒന്നും ഉണ്ടാകത്തില്ല. അന്ന് വൈകുന്നേരം പ്രകാശിന്റെ ഫോൺ വന്നു. സോഫിയെ വിളിച്ച് സാമുവൽ സാർ റിസീവർ കൊടുത്തു. നാളെ ഞാൻ മൈസൂർക്ക് പോവാ സോഫിയ. ട്രെയിനിലാണ് പോകുന്നത്. മറ്റന്നാൾ അവിടെ എത്തും. പിന്നെ സാർ എന്നാണ് വരുന്നത്? 1 മാസം കഴിയും. ഇടയ്ക്കെന്നെ വിളിക്കണേ. എന്നും വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനാ സാമുവൽ സാറിനെ ബുദ്ധിമുട്ടിക്കുന്നേ? എന്റെ പുതിയ നമ്പർ ഞാൻ ജോളിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവളത് തന്നോ? തന്നു. എന്തെങ്കിലും ആവശ്യം ഉണ്ടായാൽ എന്നെ വിളിക്കണം. വിളിക്കാം. ഞാൻ പോയിട്ട് വന്നിട്ട് ചാച്ചനും അമ്മച്ചിയും ഒത്ത് നിന്നെ കാണാൻ വരുന്നുണ്ട്. അത് കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്കൊരക്ഷരം പോലും മിണ്ടാൻ കഴിഞ്ഞില്ല. സോഫിയ, അയാൾ വിളിച്ചു. എന്തോ? 1 മാസം പെട്ടെന്ന് അങ്ങ് പോകും. ഞാൻ വേഗം വരാം കേട്ടോ. ഒന്നുകൊണ്ട് വിഷമിക്കരുത് കേട്ടോ. പ്രകാശ് ഫോൺ വെച്ചു. അവൾ വേഗം അവളുടെ മുറിയിൽ ചെന്ന് ബാഗ് തുറന്ന് ഡയറിയിൽ നിന്ന് ആ കടലാസ് എടുത്ത് നോക്കി. പ്രകാശ് സാറിന്റെ ഫോൺ നമ്പർ ഉണ്ടല്ലോ. അതാണ് ഒരാശ്വാസം, ബലം. എപ്പോൾ വിളിച്ചാലും സാറിനെ കിട്ടും. ആ സ്വരം കേൾക്കാം. പിറ്റേന്ന് കവലയിലുള്ള തയ്യൽ കടയിലേക്ക് പോകുന്ന വഴി ജോസഫിനെ അപ്രതീക്ഷിതമായി ജോളി കണ്ടു. ജോസഫെ, തന്നെ ഞാനൊന്ന് കാണാനിരിക്കുമായിരുന്നു. എന്നാത്തിനാ ജോളി? താല്പര്യത്തോടെ അയാൾ ചോദിച്ചു. വാ, നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. അവർ മെല്ലെ നടന്നു. അന്ന് തൊഴുത്തിന്റെ പിന്നിൽ വെച്ച് നടന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു. ജോസഫ് ചമ്മി. അത് പിന്നെ ജോസഫ് ഒരു മണ്ടനായിട്ടാ. പട്ടാപ്പകൽ അവളെ കയറി പിടിച്ചേ അവളെ കെട്ടണോ ജോസഫിന്? അങ്ങനെ ഒരു ചിന്ത അയാൾക്ക് അതുവരെ തോന്നിയിരുന്നില്ല. അവളോടൊരാഗ്രഹം, അത്രമാത്രം. അവളെ കെട്ടാനത്ര എളുപ്പമൊന്നും അല്ല ജോസഫേ. വേറൊരുത്തൻ എല്ലാം പറഞ്ഞു വെച്ചേക്കുക. പക്ഷെ അവളെ ജോസഫിന് വേണമെങ്കിൽ ഞാൻ സഹായിക്കാം. എനിക്ക് അവളെ കെട്ടണ്ട ജോളി. എന്നെ വെട്ടിയവളവൾ. പക്ഷെ എനിക്ക് പകരം വീട്ടണം. അത് മാത്രം മതി. പകയോടെ അയാൾ പറഞ്ഞു. അതിനും ഞാൻ സഹായിക്കാം. ഒരു ദിവസം രാത്രിയിൽ വീട്ടിലേക്ക് വാ. വിശ്വാസം വരാതെ ജോസഫ് അവളെ നോക്കി. സത്യമാ ജോസഫെ ഞാൻ പറഞ്ഞേ. എല്ലാരും ഉറങ്ങിക്കഴിയുമ്പോൾ ജോസഫ് വാ. അടുക്കളയുടെ വാതിൽ ഞാൻ തുറന്നിട്ടേക്കാം. അവളുടെ മുറിയുടെ വാതിലിന് കുറ്റിയില്ല. ചെന്ന് എന്തോ വേണേലും ചെയ്തോ. എന്നെ കളിപ്പിക്കാൻ പറഞ്ഞതല്ലോ ഇതെല്ലാം. അല്ല ജോസഫേ, എന്റെ കെട്ടും മുടക്കിയത് അവളാ. എനിക്ക് അവളോട് പകരം വീട്ടണം. അവളുടെ കെട്ടും മുടക്കണം. അതിനാ ഞാൻ ജോസഫിനെ സഹായിക്കുന്നേ. പക്ഷേ അവൾ ഒച്ചയുണ്ടാക്കിയ സാമുവൽ സാറും അമ്മച്ചിയും? അയാൾ സംശയിച്ചു. അമ്മച്ചിയുടെ നാട്ടിലെ പള്ളിയിലെ പെരുന്നാളാ വരുന്ന 20-ാം തീയതി. എല്ലാ കൊല്ലവും അച്ചാച്ചനും അമ്മച്ചിയും പെരുന്നാൾ കൂടാൻ പോകും. അന്ന് വരത്തില്ല. ജോസഫിന്റെ കണ്ണുകൾ തിളങ്ങി. അവളെയും കൊണ്ടുപോയാലോ? എങ്കിലും അയാൾ ചോദിച്ചു. ഇല്ല, വിടാതിരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ജോസഫിന് ഉത്സാഹമായി. സംസാരിച്ചുകൊണ്ട് അവർ മെല്ലെ നടന്നു. ഐസക് ഓഫീസിലിരിക്കുമ്പോഴാണ് ഗ്ലോറിയയുടെ ഫോൺ കോൾ വന്നത്. അങ്കിളെ, ഇത് ഞാൻ ക്ഷമിക്കത്തില്ല. അങ്കിൾ എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് ഇത് 3-ാമത്തെ ദിവസമാ. പരിഭവസ്വരത്തിൽ അവൾ പറഞ്ഞു. ഗ്ലോറിയെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി. പക്ഷേ അയാൾ അറിയാത്ത മട്ട് നടിച്ചു. അങ്കിൾ എന്നാ പറ്റിച്ചെന്നാ മോൾ പറയുന്നേ? 3 ദിവസമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. ഞാൻ തന്ന ഷർട്ട് ഇട്ടോണ്ട് എന്നെ കാണാൻ വരുമെന്ന് പ്രോമിസ് ചെയ്തത് അങ്കിൾ മറന്നോ? മറന്നതല്ല മോളെ, സമയം കിട്ടാഞ്ഞിട്ടാ. പോലീസുകാർക്ക് യൂണിഫോം ഇടാതിരിക്കാൻ പറ്റുമോ? ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ സ്പെഷ്യൽ ഡ്യൂട്ടിയും കോൺഫറൻസും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നാളെ ഞാൻ മോളെ കാണാൻ വരുന്നുണ്ട്, ഉറപ്പ്. ഐസക് പറഞ്ഞത് സത്യമായിരുന്നു. അങ്കിൾ നാളെ വന്നില്ലെങ്കിൽ പിന്നെ ഒരു ബന്ധവുമില്ല. അങ്കിളിന്റെ മോനെ ഞാൻ കെട്ടത്തുമില്ല. എന്നോട് ഇഷ്ടമില്ലാത്ത ഒരാളുടെ മോനെ എനിക്ക് വേണ്ട. അവൾ പെട്ടെന്ന് റിസീവർ വെച്ചു. ഐസക് ചിരിച്ചുപോയി. പാവം പെണ്ണിന്റെ ഒരു മനസ്സ്. അന്ന് വൈകുന്നേരം ഐസക്കിന് പതിവില് നേരത്തെ വീട്ടിൽ ചെല്ലാൻ കഴിഞ്ഞു. ഗ്ലോറിയെ ഒന്ന് അത്ഭുതപ്പെടുത്തിയാലോ എന്ന് അയാൾ ആലോചിച്ചു. നമുക്ക് പേൾ വ്യൂ വരെ ഒന്ന് പോയാലോ? അയാൾ എൽസിയോട് ചോദിച്ചു. എന്തിനാ? വെറുതെ. നമ്മൾ ബന്ധുക്കളാകാൻ പോകുന്നവരല്ലയോ? തന്നെയല്ല, ആ കൊച്ചിന് വലിയ പരാതി. അവൾ തന്ന ഷർട്ട് ഞാൻ ഇതുവരെ ഇട്ട് കണ്ടില്ലെന്ന്. പെട്ടെന്ന് എൽസിയുടെ മുഖം കറുത്തു. അവൾ സമ്മാനമൊക്കെ മേടിച്ചു കൊടുക്കേണ്ടത് റോബിന്, അല്ലാതെ അവന്റെ ഡാഡിക്കല്ല. ബർത്ത്ഡേ എന്റേതല്ലായിരുന്നോ? അപ്പൊ എനിക്കല്ലേ തരേണ്ടത്? അവന്റെ ബർത്ത്ഡേക്ക് ചിലപ്പോ ഒരു പുത്തൻ കാറായിരിക്കും അവൾ മേടിച്ചു കൊടുക്കുന്നേ, ഐസക് പറഞ്ഞു. എൽസി ഒന്നും മിണ്ടിയില്ല. അയാൾ ചെന്ന് കുളിച്ചിട്ട് വന്നു. കബോർഡിൽ നിന്ന് ഗ്ലോറിയെ സമ്മാനിച്ച ഷർട്ട് എടുത്തു.
അയാൾ അത് നിവർത്തി നോക്കിയപ്പോഴാണ് ഷർട്ടിൽ അവിടെ മുറിഞ്ഞിരിക്കുന്നത് കണ്ടത്. ഐസക് ഞെട്ടിപ്പോയി. എൽസി! അയാൾ ഉറക്കെ വിളിച്ചു. അയാൾ വിളിക്കുന്നതിന്റെ കാരണം അവൾക്ക് മനസ്സിലായി. അയാൾ ചോദിക്കുമ്പോൾ പറയേണ്ട മറുപടി അവൾ കണ്ടുവച്ചിരുന്നു. എന്തിനാ വിളിച്ചേ? എൽസി വന്നു ഒന്നും അറിയാത്ത മട്ടിൽ ചോദിച്ചു. ദാ കണ്ടില്ലേ, ഈ ഷർട്ട് മുഴുവൻ ആരോ കട്ട് ചെയ്തിരിക്കുന്നു. അവൾ അത് വാങ്ങി നോക്കി. അയ്യോ, ഇത് എലി പറ്റിച്ച പണിയാ. കബോർഡിന്റെ വാതിലടച്ച് കാണത്തില്ല. കഷ്ടമായി പോയല്ലോ. സാരമില്ല, വേറെ ഷർട്ട് ഇട്ടാ മതി. പോരാ, ഇത് തന്നെ വേണം. ഞാനൊന്ന് പോയിട്ട് വരാം. ഏതെങ്കിലും റെഡിമെയ്ഡ് ഷോപ്പിൽ ഇതേ കമ്പനിയുടെ ഇതേ നിറത്തിലുള്ള ഷർട്ട് കിട്ടുമോ നോക്കട്ടെ. നിങ്ങളിങ്ങനെ ആ പെണ്ണിന്റെ താളത്തിനകത്ത് തുള്ളുന്നത് ശരിയല്ല, അരിശത്തോടെ എൽസി പറഞ്ഞു. നീ ഒന്നും മിണ്ടാതിരിക്കാവോ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ആ ഷർട്ട് വീണ്ടും പാക്കറ്റിലാക്കി കാറും എടുത്ത് ഐസക് അപ്പോൾ തന്നെ ടൗണിലേക്ക് പോയി. എന്റെ കർത്താവേ, എന്ത് കാര്യത്തിനാ ആ പെണ്ണിങ്ങനെ വശീകരിച്ചു വെച്ചേക്കുന്നേ? മനസ്സുരുകി എൽസി സ്വയം ചോദിച്ചു. 4-5 കടകൾ കയറി ഇറങ്ങിയപ്പോൾ ഐസക്കിന് അതേ കമ്പനിയുടെ അതേ നിറത്തിലും സൈസിലുമുള്ള ഒരു ഷർട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അയാൾക്ക് വലിയ സന്തോഷമായി. ഐസക്ക് വീട്ടിൽ വന്നപ്പോൾ എൽസി ബെഡ്റൂമിൽ കിടക്കുകയായിരുന്നു. കുറേ കഷ്ടപ്പെടേണ്ടി വന്നു. എന്നാലും അതേ ഷർട്ട് തന്നെ കിട്ടിയേടി എൽസി, ആഹ്ലാദത്തോടെ അയാൾ പറഞ്ഞു. അവൾ അനങ്ങിയില്ല. എന്താ കിടക്കുന്നേ? ഒരു തലവേദന. എന്നാ നീ വരണ്ട, ഞാൻ പേൾവിയിലേക്ക് പോവാ. മണി 8 കഴിഞ്ഞു. ഇനി ഈ രാത്രിയിലാണോ? വേണ്ട, പോകണ്ട, അവൾ എതിർത്തു. അതൊന്നും സാരമില്ല, ഗ്ലോറിയെ കാത്തിരിക്കും. അവൾ കുറച്ചു മുമ്പേ വിളിച്ചായിരുന്നു. ചെന്നില്ലേൽ അവൾക്ക് വിഷമാവും. അയാളെ ഒറ്റയ്ക്ക് വിടാൻ എൽസിക്ക് ഭയം തോന്നി. അവിടെ ചെന്ന് രണ്ടുപേരും കൂടി എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് ആർക്കറിയാം. ഞാനും വരുന്നു. അവൾ പെട്ടെന്ന് എഴുന്നേറ്റു. തലവേദനയായിട്ട് നീ വെറുതെ വരണ്ട എൽസി. അതോടെ അവളുടെ സംശയമേറി. സാരമില്ല, എനിക്കും ഗ്ലോറിയെ കാണണം. റോബിനും വരട്ടെ. അവൾ എഴുന്നേറ്റ് വേഷം മാറാൻ തുടങ്ങി. അവനെ ശല്യപ്പെടുത്തണ്ട, ഇരുന്ന് വല്ലതും പഠിക്കട്ടെ, അയാൾ പറഞ്ഞു. അവനും വരട്ടെ, അവനാ അവളെ കെട്ടാൻ പോകുന്നേ, ഓർമ്മപ്പെടുത്തുന്നത് പോലെ എൽസി പറഞ്ഞു. പുതിയ ഷർട്ട് ധരിച്ച് ഐസക് ഒരുങ്ങി. അയാൾ പെർഫ്യൂം അടിക്കുന്നതും മുടി ചീകുന്നതും ഷർട്ടിന് മാച്ച് ചെയ്യുന്ന പാൻസ് ഇടുന്നതും ഒക്കെ കണ്ടപ്പോൾ എൽസിക്ക് കോപം തികട്ടി വന്നു. പക്ഷേ അവൾ ഒന്നും മിണ്ടിയില്ല. ഐസക്കും എൽസിയും റോബിനും കൂടിയാണ് പേൾവ്യൂയിലേക്ക് പോയത്. അവർക്ക് ഹൃദ്യമായ സ്വീകരണമാണ് അവിടെ ലഭിച്ചത്. പക്ഷേ ജെയിംസിന്റെ യമുനയുടെ പെരുമാറ്റത്തിൽ പഴയതിലും ഇത്തിരി താല്പര്യക്കുറവില്ലേ എന്ന് എൽസിക്ക് സംശയം തോന്നി. അവർ എല്ലാവരും കൂടി ഡ്രോയിങ് റൂമിലിരുന്ന് സംസാരിച്ചു. അങ്കിൾ വാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ റൂമിലേക്ക് പോകാം. അല്പനേരം കഴിഞ്ഞപ്പോൾ ഐസക്കിന്റെ കൈ പിടിച്ച് ഗ്ലോറിയെ വലിച്ചു. ഞാനൊന്ന് പോയിട്ട് വരാം, എഴുന്നേറ്റുകൊണ്ട് അയാൾ പറഞ്ഞു. എൽസി ഒഴിച്ച് എല്ലാവരും ചിരിച്ചു. സ്റ്റെയർ കേസ് കയറി ഐസക്കിനെയും കൊണ്ട് മുകളിലേക്ക് പോകുമ്പോൾ ഗ്ലോറിയ തല ചേരിച്ച് എൽസിയെ ഒന്ന് നോക്കി. എൽസിയുടെ മുഖത്തെ കടിച്ചമർത്തിയ ദേഷ്യം കണ്ട് അവൾ ഉള്ളിലൊന്ന് ചിരിച്ചു. ഐസക്കിന്റെ പോലീസ് കഥകൾ കേട്ട് അരമണിക്കൂറോളം ഗ്ലോറിയ അവളുടെ മുറിയിലിരുന്നു. താഴെ ഇരുന്ന് അത്രയും നേരം എൽസി മനസ്സുരുകി. ഡിന്നർ കഴിച്ചിട്ടാണ് അവർ തിരിച്ചു പോയത്. എന്ത് രഹസ്യം പറയാനാ മരുമോൾ വിളിച്ചോണ്ട് പോയത്? കാറിലിരിക്കുമ്പോൾ അതൃപ്തിയോടെ എൽസി ചോദിച്ചു. ഓ, അവൾക്കെന്റെ സർവീസിലെ കഥകൾ കേൾക്കണമായിരുന്നു. കട്ടപ്പനയിൽ വെച്ച് കള്ളനോട്ട കടിക്കാരെ പിടിച്ച കഥ മാത്രമേ പറയാൻ പറ്റുള്ളൂ. നാളെ ചിലപ്പോഴവൾ വീട്ടിൽ വരും. എൽസി ഞെട്ടി. ഇങ്ങേരുത് എന്തിനുള്ള പുറപ്പാടാണ്? പിറ്റേന്ന് ഞായറാഴ്ചയായിരുന്നു. പള്ളിയിൽ പോയി കഴിഞ്ഞ് ഗ്ലോറിയ കാർ എടുത്ത് ഐസക്കിന്റെ വീട്ടിലേക്ക് വന്നു. അവൾ നേരെ കിച്ചണിലേക്കാണ് ചെന്നത്. ആന്റി, ഞാൻ ഇന്ന് ഊണ് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. അങ്കിളില്ലേ ഇവിടെ? അവിടെ കാണും, ഉദാസീനയായി എൽസി പറഞ്ഞു. ഞാനൊന്ന് നോക്കട്ടെ. ബെഡ്റൂമിലായിരുന്നു ഐസക്. ഗ്ലോറിയ അങ്ങോട്ട് ചെന്നു. ഗുഡ് മോർണിംഗ് അങ്കിൾ, അവൾ ആഹ്ലാദത്തോടെ പറഞ്ഞു. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ? അയാൾ ചോദിച്ചു. ഒന്നുമില്ലെങ്കിൽ. പെട്ടെന്ന് ഗ്ലോറിയ ഒരു തലചുറ്റൽ അഭിനയിച്ച് നിലത്തേക്ക് വീഴാൻ തുടങ്ങി. ഐസക് ചാടിച്ചെന്ന് അവളെ പിടിച്ചു നിർത്തി. അവൾ ആലസ്യഭാവത്തിൽ അയാളുടെ നെഞ്ചിലേക്ക് ചേർന്നു നിന്നു. അപ്പോഴാണ് കള്ളിയെപ്പോലെ എൽസി ബെഡ്റൂമിലേക്ക് വന്നത്. ഗ്ലോറിയെ ശരീരത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഐസക്കിനെ കണ്ട് അവൾ നടുങ്ങി. മോളെ, മോളെ, നിനക്ക് എന്നാ പറ്റി? കണ്ണുകളടച്ച് വാടിയ ആമ്പൽ തണ്ടുപോലെ ബലഹീനയായി ഐസക്കിന്റെ നെഞ്ചിൽ ചാരി കൈകൾക്കുള്ളിൽ നിന്ന ഗ്ലോറിയെ കുലുക്കി ഉണർത്താൻ ശ്രമിച്ച അയാൾ ചോദിച്ചു. വാതിലിന് പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്ന ഐസക്. അത് കാരണം ബെഡ്റൂമിലേക്ക് വന്ന എൽസി അയാൾ കണ്ടില്ല. പക്ഷേ ഇടം കണ്ണിട്ട് നോക്കിയ ഗ്ലോറിയ അവളെ കണ്ടു. കോപം കൊണ്ടു നിന്ന് ജ്വലിക്കുകയായിരുന്നു എൽസി. അത് കണ്ട് ഗ്ലോറിയയുടെ ഉത്സാഹമേറി. അങ്കിൾ,
എന്നെ മുറുകെ പിടിക്കേ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വീഴും. മോഹാലസ്യത്തിൽ എന്ന പോലെ അവൾ മന്ത്രിച്ചു. ഐസക് അവളെ വീഴാതെ താങ്ങി പിടിച്ചു. എൽസിക്ക് പിന്നെ സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. എന്നതാ ഐസക്കെ കാണിക്കുന്നേ? പട്ടാപ്പകൽ നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ? മോന്റെ അത്രയും പ്രായമുള്ളൊരു പെണ്ണിനെ, അവൾ ആക്രോശിച്ചു. ഐസക് ഞെട്ടിത്തിരിഞ്ഞ് അവളെ നോക്കി. എന്നതാ എൽസി നീ പറയുന്നേ? ഗ്ലോറിയ മോൾ തല കറങ്ങി വീഴാൻ പോയപ്പോ ഞാൻ പിടിച്ചതാ. അയാൾ വിശദീകരിക്കാൻ ശ്രമിച്ചു. എന്നാ പിന്നെ അതിനെ ബെഡിലോട്ട് കടത്തരുതോ? ഇങ്ങനെ താങ്ങി പിടിച്ചോണ്ട് നിൽക്കണോ? എൽസിയുടെ കോപം ശമിച്ചില്ല. ഐസക് മെല്ലെ ഗ്ലോറിയയുടെ കട്ടിലേക്ക് കിടത്തി. അവൾക്ക് ബോധം കെടാൻ കണ്ട സമയം. എൽസി പല്ലിറുമി. ഒന്നും അറിയാത്ത മട്ടിൽ കണ്ണുകൾ അടച്ച് ഗ്ലോറിയ കിടന്നു. പക്ഷേ അവൾ ഐസക്കിന്റെ എൽസിയുടെ സംസാരം ശ്രദ്ധിക്കുകയായിരുന്നു. എന്റെ മുൻപിൽ വെച്ച് രണ്ടുപേരും കൂടി അഭിനയിക്കല്ലേ? ഞാൻ അത്ര മണ്ടിയൊന്നും അല്ല ഐസക്കെ. എനിക്കിതൊക്കെ കണ്ടാൽ മനസ്സിലാകും. മോൻ കെട്ടാനിരിക്കുന്ന പെണ്ണിനെ അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ നിങ്ങൾക്ക്? അവൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി. മതി, നിർത്തു, കോപത്തോടെ അയാൾ പറഞ്ഞു. ഐസക് വേഗം കിച്ചണിലേക്ക് ചെന്ന് ഒരു മഗ്ഗിൽ കുറച്ച് പച്ചവെള്ളം എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ഇത്തിരി വെള്ളം ഗ്ലോറിയയുടെ മുഖത്തേക്ക് കുടഞ്ഞു. മോളെ, ഗ്ലോറിയ മോളെ, അയാൾ വിളിച്ചു. അവൾ ഇരുവശത്തേക്കും തലയൊന്ന് ചലിപ്പിച്ചിട്ട് കണ്ണു തുറന്നു നോക്കി. എന്നിട്ട് വീണ്ടും ബോധക്ഷയെ അഭിനയിച്ചു. അപ്പോഴേക്കും റോബിൻ അവിടേക്ക് വന്നു. എന്താ മമ്മി, ഗ്ലോറിയക്ക് എന്നാ പറ്റി? അവൻ ഉത്കണ്ഠയോടെ ചോദിച്ചു. നിന്റെ അപ്പന്റെ ഒരു മുതുകൂത്ത്. എന്നെ കൊണ്ടൊന്നും പറയിക്കാതെ നീ പോടാ. ദേഷ്യത്തോടെ അവനെ ഒന്ന് നോക്കിയിട്ട് എൽസി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഐസക് കിടക്കയിൽ ഇരുന്നു കൊണ്ട് ഗ്ലോറിയെ മെല്ലെ കുലുക്കി വിളിച്ചു. മോളെ, കണ്ണു തുറക്കും മോളെ. മമ്മിയുടെ സംസാരവും പോക്കും ഡാഡിയുടെ ഇരിപ്പും ഭാവവും കണ്ടപ്പോൾ റോബിന് എന്തോ പന്തികേട് അനുഭവപ്പെട്ടു. അവൻ വേഗം എൽസിയുടെ അടുത്തേക്ക് ചെന്നു. അവൾ അടുത്ത മുറിയിൽ കമിഴ്ന്നു കിടന്ന് കരയുകയായിരുന്നു. മമ്മി, എന്താ ഇത്? എന്താ ആരും ഒന്നും പറയാത്തത്? അസഹ്യതയോടെ അവൻ ചോദിച്ചു. നിനക്ക് ആ പെണ്ണിനെ വേണ്ട മോനെ. പെട്ടെന്ന് തലയുയർത്തി എൽസി പറഞ്ഞു. അതെന്താ? സ്വഭാവ ഗുണമില്ലാത്തവളാ. ഈ വീട്ടിൽ അവൾ മരുമോളായി വന്ന എന്റെ മനസമാധാനം പോകും. തല നരച്ച ആണുങ്ങളോടാ അവൾക്ക് പിടുത്തം. മമ്മി പുലമ്പുന്നത് കേട്ടപ്പോൾ റോബിന് ചിലതൊക്കെ പിടികിട്ടി. അവൻ അക്കാര്യം ഉടൻ തന്നെ മൃദുലോട് പറയണമെന്ന് തോന്നി. അവൻ മൊബൈലുമായി മുകളിലേക്ക് ഓടിക്കയറി അവന്റെ മുറിയിൽ ചെന്ന് വാതിലടച്ചു. ഗ്ലോറിയ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ കണ്ണുകൾ തുറന്ന് ഐസക്കിനെ നോക്കി. അങ്കിൾ, എനിക്ക് എന്താ സംഭവിച്ചത്? മോൾക്കൊന്നും സംഭവിച്ചില്ല. ഒരു തലച്ചുറ്റൽ പോലെ വന്നു. മുൻപിങ്ങനെ വന്നിട്ടുണ്ടോ? ഇല്ല. ഇന്നലെ രാത്രിയിൽ സിനിമ കണ്ടോണ്ടിരുന്നു. 2 മണി കഴിഞ്ഞപ്പോഴാ ഉറങ്ങാൻ കിടന്നേ. ചിലപ്പോ ഉറക്ക ക്ഷീണമായിരിക്കും. അവൾ വേഗം എഴുന്നേറ്റിരുന്നു. വാ, നമുക്ക് ഡോക്ടറെ കാണാൻ പോവാം, അയാൾ പറഞ്ഞു. അങ്കിൾ എന്നെ കൊണ്ടുപോകുമോ? പ്രതീക്ഷാഭാവത്തിൽ അവൾ ചോദിച്ചു. കൊണ്ടുപോകും, മോൾ വാ. ഗ്ലോറിയെ താങ്ങി പിടിച്ച് അയാൾ അവളുടെ കാറിനടുത്തേക്ക് കൊണ്ടുപോയി. റൂമിലിരുന്ന് എൽസി അത് കണ്ടു. ഹൃദയം പൊട്ടുന്നത് പോലെ അവൾക്ക് തോന്നി. ഐസക്കാണ് ഡ്രൈവ് ചെയ്തത്. ഏത് ഡോക്ടറെ അടുത്തേക്കാ മോളെ പോണ്ടത്? അങ്കിൾ എന്നെ വീട്ടിൽ ചെന്ന് കൊണ്ടാക്കിയാൽ മതി. പിന്നെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയിക്കോളാം. ഐസക് അവളെ പേൾവീൽ കൊണ്ടുചെന്നു. മോൾ വീട്ടിൽ വെച്ചതും തലയുറ്റി വീണു, ജെയിംസിനോട് അയാൾ പറഞ്ഞു. ജെയിംസ് ഞെട്ടിപ്പോയി. അയ്യോ, എന്റെ മോൾക്ക് എന്തു പറ്റി? ആദ്യയോടെ അയാൾ ചോദിച്ചു. ഗ്ലോറി അയാളെ രഹസ്യമായി കണ്ണിറുക്കി കാണിച്ചു. ജെയിംസിന് കാര്യം മനസ്സിലായി. ഒന്നുമില്ല ഡാഡി, വൈകുന്നേരം നമുക്ക് ന്യൂറോളജിസ്റ്റ് സദാശിവൻ ഡോക്ടറെ ഒന്ന് കാണാൻ പോവാം, അവൾ പറഞ്ഞു. അതിനെന്താ, പോകാമല്ലോ. അല്പനേരം സംസാരിച്ചിരുന്നിട്ട് ഐസക് യാത്ര പറഞ്ഞു പോയി. അയാൾ വീട്ടിൽ ചെന്നപ്പോൾ എൽസി ചാടി എഴുന്നേറ്റ് ചോദ്യം ചെയ്തു. അവളെ എങ്ങോട്ടാ നിങ്ങൾ കൊണ്ടുപോയേ? പറ, എനിക്കിപ്പോഴറിയണം, അവൾ ആവശ്യപ്പെട്ടു. എനിക്കിഷ്ടമുള്ളിടത്തേക്ക് കൊണ്ടുപോയി. നിനക്കറിഞ്ഞിട്ട് എന്നാ വേണം? അത് ശരി, അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാ അവളെ മോനെ കൊണ്ട് കെട്ടിക്കുന്നേ? ഐസക് കൈ വീശി അവളുടെ കവിടത്ത് തന്നെ അടിച്ചു. മോനെ, ഓടി വാടാ, ഇങ്ങേരെന്നെ കൊല്ലുവടാ, എൽസി ഉറക്കെ നിലവിളിച്ചു. വിളി കേട്ട് റോബിൻ ഓടി ഇറങ്ങി വന്നു. ഡാഡി, എന്നതായി കാണിക്കുന്നേ? മമ്മി എന്നാ തെറ്റാ ചെയ്തേ? അവൻ ശബ്ദമുയർത്തി. നിന്റെ മമ്മിക്ക് വട്ടാണ്, വട്ട്. ഭ്രാന്ത് ആർക്കാണെന്ന് മനസ്സിലായി. എന്ത് ഭ്രാന്താണെന്ന് അവൻ പറഞ്ഞു. എടാ, അവനെ അടിക്കാനായി ഐസക് കൈ ഉയർത്തി. തുടരു തന്നെ, റോബിൻ ക്രോധത്തോടെ അയാളെ നേരിട്ടു. ഐസക് രൂക്ഷഭാവത്തിൽ അവനെ ഒന്ന് നോക്കിയിട്ട് കാർ എടുത്ത് ടൗണിലേക്ക് പാഞ്ഞു. അയാൾ ഹോട്ടലിലേക്കാണ് പോയത്. അവിടെ ബാറിലിരുന്ന് ഉച്ചവരെ കുടിച്ചു. പിന്നെ ഒരു വിധത്തിൽ വീട്ടിലെത്തി. രാത്രിയാകും വരെ ബോധം കിട്ടുറങ്ങി. ജെയിംസിന്റെ മോളെ റോബിന് വേണ്ട, അക്കാര്യം അയാളെ അറിയിച്ചേക്ക്. പിറ്റേന്ന് രാവിലെ ഗൗരവഭാവത്തിൽ ഐസക്കിനോട് എൽസി പറഞ്ഞു. റോബിൻ ഗ്ലോറിയെ തന്നെ കിട്ടും, അയാൾ പറഞ്ഞു.
കെട്ടിയാൽ ഞാനും എന്റെ മോനും ഇവിടെ താമസിക്കത്തില്ല. അവളെ നിങ്ങളും കൂടെ അങ്ങ് പുറത്താ മതി. അവളെ അടിക്കാൻ കൈ ധരിച്ചെങ്കിലും ഐസക്ക് സ്വയം നിയന്ത്രിച്ചു. എനിക്ക് വയ്യ അയാളോട് പറയാൻ. ഇത്രയൊക്കെ ആയിട്ട് നീ തന്നെയെന്ന് പറ. യൂണിഫോം ധരിച്ച് ഐസക് ഓഫീസിലേക്ക് പോയി. എൽസി അന്ന് തന്നെ പേൾ വ്യൂയിലേക്ക് പോയി. ജെയിംസും യമുനയും ഉണ്ടായിരുന്നു അവിടെ. ഞാനൊരു കാര്യം പറയാൻ വന്നതാ. റോബിനും ഗ്ലോറിയും തമ്മിലുള്ള കെട്ട് നടക്കത്തില്ല. ആശ്ചര്യത്തോടെ അവർ അവളെ നോക്കി. അതെന്താ എൽസി? ജെയിംസ് ചോദിച്ചു. അവൻ ഒരു പെണ്ണുമായി സ്നേഹത്തില്ല. കൂടെ പഠിച്ച പെണ്ണ. അവളെ കെട്ടൂന്ന് ഇന്നലെ അവൻ പറഞ്ഞേ. എൽസി കണ്ടുപിടിച്ച നുണ അവൾ തന്മയത്വത്തോടെ അവതരിപ്പിച്ചു. ഐസക്കും ജെയിംസും യമുനയും അത് വിശ്വസിക്കുന്ന മട്ട് നടിച്ചു. ഐസക്കിന് ഇക്കാര്യം വന്ന് പറയാൻ മടിയായിട്ടാ എന്നെ വിട്ടത്. മോളോട് ഇക്കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അവൾക്ക് വിഷമമാവും. എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അന്ന് ഗ്ലോറിയ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ജെയിംസും യമുനയും അക്കാര്യം അവളോട് പറഞ്ഞു. നീ എന്തടവാ മോളെ പ്രയോഗിച്ചേ? യമുന ചോദിച്ചു. അത് ടോപ്പ് സീക്രട്ടാ മമ്മി, പറയാൻ പറ്റത്തില്ല. ഗ്ലോറിയ പൊട്ടിച്ചിരിച്ചു. യമുനയും ജെയിംസും കൂടെ ചിരിച്ചു. സാമുവൽ സാറിന്റെ മുണ്ടും ഷർട്ടും ഇസ്തിരി ഇട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു സോഫിയ. റോസമ്മ അവളുടെ അടുത്തേക്ക് വന്നു. എന്തിനാ ഇതിപ്പോ ഇസ്തിരി ഇട്ട് വെക്കാൻ പറഞ്ഞതെന്ന് അറിയാമോ മോളെ നിനക്ക്? എന്തിനാ അമ്മച്ചി? നാളെ അമ്മച്ചിയുടെ നാട്ടിലെ പള്ളിയിലെ പെരുന്നാളാ. രാവിലെ നമ്മൾ എല്ലാരും കൂടെ പോകും. മറ്റന്നാളെ നമ്മൾ വരും. ഒരു കൊല്ലവും ഞാനിത് മുടക്കാറില്ല. എന്നെയും കൊണ്ടുപോകുമോ അമ്മച്ചി? വിശ്വാസം വരാതെ സോഫിയ ചോദിച്ചു. നമ്മൾ 4 പേരും കൂടെ പോകുന്നേ പെരുന്നാൾ കൂടാൻ. നിനക്ക് ഇഷ്ടമല്ലേ സോഫിയ? വലിയ ഇഷ്ടം അമ്മച്ചി. ഓർഫനേജിലായിരിക്കുമ്പോ വലിയ പള്ളി പെരുന്നാളായിരുന്നു വിശേഷം. അന്ന് ഫീസ്റ്റ് ഉണ്ട്. റാസയിൽ പങ്കെടുക്കാൻ എല്ലാ കുട്ടികളെയും കൊണ്ടുപോകും. ഗംഭീര വെടിക്കെട്ടോടെയാണ് രാത്രിയിലെ പരിപാടികൾ അവസാനിക്കുന്നത്. കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ ഇന്നേ എടുത്തു വെച്ചോ, റോസമ്മ പറഞ്ഞു. അമ്മച്ചിയുടെ വീട്ടിലാണോ നമ്മൾ താമസിക്കുന്നേ? കുടുംബ വീടാ. അവിടെ ഇപ്പൊ എന്റെ മൂത്ത ആങ്ങള വർക്കിച്ചായന്റെ 2ാമത്തെ മോൻ ജോണിക്കുട്ടിയാ താമസിക്കുന്നേ. 2 മക്കളുണ്ട് അവന്. അവൾ പള്ളിവക സ്കൂൾ ടീച്ചറാ. സോഫിയ മനസ്സിലൊന്ന് കണക്ക് കൂട്ടി. 3 ജോഡി ഡ്രസ്സ് വേണം. ഒന്ന് അങ്ങോട്ട് പോകാൻ, ഒരെണ്ണം പെരുന്നാൾ കൂടാൻ, വേറൊരെണ്ണം ഇങ്ങോട്ട് പോരുമ്പോൾ ധരിക്കാൻ. അവൾ സ്വന്തം മുറിയിൽ ചെന്ന് എയർ ബാഗ് എടുത്ത് തുറന്നു നോക്കി. ഭംഗിയുള്ള 8-10 ജോഡി ഡ്രസ്സുണ്ട്. എല്ലാം പ്രകാശ് സാർ വാങ്ങി തന്നത്. പ്രകാശിനെ കുറിച്ച് ഓർത്തപ്പോൾ അവൾക്കുള്ളിൽ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു. മൈസൂറിലായിരിക്കും ഇപ്പോൾ പ്രകാശ് സാർ. സോഫിയ അവൾക്കിഷ്ടപ്പെട്ട 3 ഉടുപ്പുകൾ തെരഞ്ഞെടുത്തു വെച്ചു. അന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോഴാണ് പെരുന്നാളിന് പോകുന്ന കാര്യം സാമുവൽ സാർ ചർച്ച ചെയ്തത്. രാവിലെ 9:30 ഷിജിമോൾ വരും. അതിൽ നമുക്ക് പോകാം. 11 ആകുമ്പം അങ്ങ് ചെല്ലും. ബസിന്റെ പേരാണ് ഷിജിമോൾ. എവിടെ പോകുന്ന കാര്യം അച്ചാച്ചൻ പറയുന്നേ? ജോളി തല ഉയർത്തി നോക്കി. നാളെ അല്ലയോ കരുവേലിത്തറ പള്ളിയിലെ പെരുന്നാള്. എല്ലാ കൊല്ലവും പോകുന്നതല്ലയോ. ഇത്തവണ നീയും ഉണ്ടല്ലോ, റോസമ്മ പറഞ്ഞു. ഞാൻ വരുന്നില്ല പെരുന്നാളിന്, ജോളി പറഞ്ഞു. അതെന്താ? എനിക്ക് നല്ല സുഖമില്ല. സാമുവൽ സാറിന്റെയും റോസമ്മയുടെയും മുഖം വാടി. എന്തസുഖമാ നിനക്ക്? ഞാൻ അതൊക്കെ വിളിച്ചു കൂവണോ? അവൾ അരിശപ്പെട്ടു. സോഫിയും വരുന്നുണ്ട് ഞങ്ങളുടെ കൂടെ. നീ തനിച്ചിവിടെ? അവൾ എന്തിനാ വരുന്നേ? അവിടെ ആരാ അവിടെ ഉള്ളേ? ജോളി ഈർഷ്യയോടെ ചോദിച്ചു. അടുത്ത മുറിയിൽ നിന്നുകൊണ്ട് സോഫി അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് കരച്ചിൽ വന്നു. അവൾ കിണറ്റുകരയിൽ ചെന്ന് മുഖം കഴുകി. ഒരു കണക്കിന് ജോളി ചേച്ചി പറഞ്ഞത് നേരാണ്. അവിടെ ആരാണ് തനിക്കുള്ളത്? ഊണ് കഴിഞ്ഞ് റോസമ്മ അടുക്കളയിലേക്ക് വന്നു. അവരുടെ മുഖം വിളറിയിരിക്കുന്നത് അവൾ കണ്ടു. സോഫിയ മുറിയിൽ ചെന്ന് എച്ചിൽ പാത്രങ്ങൾ എടുത്തുകൊണ്ട് കഴുകി. അപ്പോൾ റോസമ്മ അവളുടെ അടുത്തേക്ക് വന്നു. മോളെ, ജോളിക്ക് നല്ല സുഖമില്ലെന്ന്. അവൾ നാളെ പെരുന്നാളിന് പോകാൻ വരുന്നില്ലെന്ന് വിമ്മിട്ടത്തോടെ അവർ പറഞ്ഞു തുടങ്ങി. എന്നാ പിന്നെ ഞാനും വരുന്നില്ല അമ്മച്ചി. ജോളി ചേച്ചി ഒറ്റയ്ക്ക് ഇവിടെ. വല്ലതും വെച്ചു കൊടുക്കാൻ വേറെ ആരാ അവിടെ ഉള്ളേ? റോസമ്മ ദയനീയ ഭാവത്തിൽ അവളെ നോക്കി. നിന്നെ വെറുതെ ആശിപ്പിച്ചിട്ട് എനിക്ക് വിഷമമൊന്നും ഇല്ല അമ്മച്ചി. അടുത്ത കൊല്ലം പെരുന്നാൾ വരുമല്ലോ. നേരാ, അടുത്ത കൊല്ലം നീ ഒറ്റയ്ക്കല്ല വരുന്നത്, പ്രകാശം കാണും കൂടെ. കണ്ണീരടക്കി സോഫിയ ചിരിച്ചു. പിറ്റേന്ന് രാവിലെ മുൻവശത്തെ മുറ്റം അടിച്ചു വാരിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഗേറ്റിന് മുകളിലൂടെ പത്രം പറന്നു വന്ന് അവളുടെ മുന്നിൽ വീണത്. അവൾ അതെടുത്ത് വെറുതെ പേജുകൾ മറിച്ചു നോക്കി. നിര്യാതരായി എന്ന പേജിൽ കുര്യോക്കോ സച്ചിന്റെ ഫോട്ടോ കണ്ടവൾ ഞെട്ടി. അവൾ ആന്തലോടെയാണ് ആ ചരമക്കുറിപ്പ് വായിച്ചത്. ഹൃദയാഘാതം മൂലം ഇന്നലെ രാവിലെയാണ് അച്ഛൻ മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ശുശ്രൂഷ. സോഫിയ തളർച്ചയോടെ നിലത്തേക്കിരുന്നു. അച്ഛന്റെ സ്നേഹവും വാത്സല്യവും നിറഞ്ഞ മുഖം അവൾക്ക് ഓർമ്മ വന്നു. പ്രകാശ് സാർ അറിഞ്ഞു കാണുമോ ഈ വാർത്ത? കുര്യോക്കോ സച്ചനെ അവസാനമായി ഒന്ന് കാണണമെന്ന് അവൾക്ക് തോന്നി. പക്ഷേ
ആര് കൊണ്ടുപോകും? പെരുന്നാളിന് പോകാൻ ഒരുങ്ങിയിരുന്ന സാമുവൽ സാറിനോട് പറയാൻ വയ്യ. സോഫിയ കുളിമുറിയിൽ ചെന്ന് നിന്ന് കുറേ കരഞ്ഞു. 9:30 ബസ്സിന് സാമുവൽ സാറും റോസമ്മയും പോയി. എന്താടി, നിനക്ക് വലിയ വിഷമോ? നിന്റെ വല്ലോരും ചത്തോ? സോഫിയയുടെ മുഖം കണ്ട് ജോളി ചോദിച്ചു. അവൾ ഒന്നും മിണ്ടിയില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ പതുങ്ങി പതുങ്ങി ജോസഫ് വന്നു. ജോളി അപ്പോൾ പത്രം വായിച്ചുകൊണ്ട് മുൻവശത്തുണ്ടായിരുന്നു. അയാളെ കണ്ട് അവൾ ഇറങ്ങിച്ചെന്നു. അച്ചാച്ചനും അമ്മച്ചിയും ബസ്സിൽ കയറി പോകുന്നത് ഞാൻ കണ്ടായിരുന്നു, അയാൾ അടക്കത്തിൽ പറഞ്ഞു. അവളെയും കൊണ്ട് പോകാനിരുന്നതാ, ഞാൻ വിട്ടില്ല, വിജയഭാവത്തിൽ അവൾ പറഞ്ഞു. എനിക്കൊരു പേടി ജോളി, അവൾ ഒച്ചയും ബഹളം ഉണ്ടാക്കിയാലൊന്നാ എന്തോ ചെയ്യും? തന്നെയല്ല, ജാതി ഇതല്ലയോ, തലേണക്കീഴിൽ വല്ല വാക്കത്തിയോ കറിക്കത്തിയോ വെച്ചോണ്ടായിരിക്കും ഉറങ്ങുന്നേ. ഓ, ഇത്ര ധൈര്യശാലി ജോസഫ് അത് ഞാൻ അറിഞ്ഞില്ല, പരിഹസിച്ചു ജോളി. അതല്ല ജോളി, ഞാനിപ്പോ വന്നത് വേറൊരു കാര്യം പറയാനാ. ജോളി നേഴ്സിംഗ് പഠിച്ചതില്ലയോ? ഡോക്ടർമാര് ഓപ്പറേഷൻ നടത്തും മുമ്പ് പഞ്ഞിമേൽ ഒരു മരുന്ന് പുരട്ടി മണപ്പിക്കുമല്ലോ, ബോധം കെടുത്താൻ. അതുണ്ടേൽ എനിക്ക് തിരുതാ. അവൾ പിന്നെ അനങ്ങുകയില്ല. ക്ലോറോഫോമിന്റെ കാര്യമാണോ ജോസഫ് പറയുന്നേ? അതെന്റെ കയ്യിലില്ലല്ലോ. ജോളി ഒരു നിമിഷം ആലോചിച്ചു. ഒരു കാര്യം ചെയ്, വൈകുന്നേരം ജോസഫ് ഇങ്ങോട്ട് വാ, അപ്പോഴേക്ക് ഞാനത് കൊണ്ടുവന്ന് വെക്കാം. എന്താ? ഞാനിപ്പോ ഒരു സ്ഥലം വരെ പോവാ, സന്ധ്യ കഴിഞ്ഞേ വരൂ, അയാൾ പറഞ്ഞു. അതാ നല്ലത്, ആരും കാണണ്ട. ജോസഫ് പോയി. അല്പം കഴിഞ്ഞപ്പോൾ ജോളി പുറത്തേക്ക് പോകാൻ വേഷം ധരിച്ചു. ഞാൻ ടൗണിൽ വരെ പോവുക, അവൾ സോഫിയോട് പറഞ്ഞു. ഹാൻഡ് ബാഗ് എടുത്ത് അവൾ പോയി. ഉച്ചയായിട്ടാണ് ജോളി മടങ്ങിയെത്തിയത്. ഊണ് കഴിഞ്ഞ് അവൾ കിടന്നുറങ്ങി. കുര്യോക്കോസിനെ കുറിച്ചുള്ള ചിന്തയിലായിരുന്നു സോഫിയ. അവളുടെ കണ്ണുകൾ തോർന്നില്ല. സന്ധ്യ കഴിഞ്ഞിട്ടാണ് ജോസഫ് വന്നത്. ജോളി അയാളെ കാത്തിരിക്കുകയായിരുന്നു. കിട്ടിയോ? അയാൾ ചോദിച്ചു. കിട്ടി. എന്റെ കൂട്ടുകാരി ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പോയി മേടിച്ചോണ്ട് വന്നു. അവൾ എന്തിയെ? കുളിക്കാൻ പോയേക്കുവാ. ജോസഫ് എപ്പോഴാ വരുന്നേ? എപ്പോ വരണം? 10 മണി കഴിഞ്ഞിട്ട് മതി. 9 ലൈറ്റ് അണയ്ക്കും. അടുക്കള വാതിൽ തുറന്നിട്ടേക്കാം. അവളുടെ മുറി അറിയാലോ? അറിയാം. അടുക്കളയോട് ചേർന്നുള്ള തെക്കേ മുറിയല്ലയോ? ശബ്ദമുണ്ടാക്കാതെ വരണം. പഞ്ഞിയിൽ മരുന്ന് പുരട്ടിയിട്ട് അവളുടെ മൂക്ക് പൊത്തി 2-3 മിനിറ്റ് അമർത്തി പിടിക്കണം. പിന്നെ അനങ്ങുകയില്ല. ജോസഫ് എന്തോ വേണേലും ചെയ്തോ, ഇയാളുടെ മിടുക്ക് ഇന്നറിയണം. ജോസഫ് ഒന്ന് പുഞ്ചിരിച്ചു. ജോളി കൊടുത്ത കുപ്പിയും പഞ്ഞിയുമായി അയാൾ പോയി. അന്ന് കിടക്കുന്നതിന് മുമ്പ് അത്താഴം കഴിച്ച് അവർ ലൈറ്റ് അണച്ച് ഉറങ്ങാൻ കിടന്നു. 10 മണി കഴിഞ്ഞിട്ടാണ് ജോസഫ് വന്നത്. വീട് വലം വെച്ച് അയാൾ പിൻവശത്തെത്തി. മെല്ലെ തള്ളി നോക്കിയപ്പോൾ വാതിൽ താനെ തുറന്നു. കയ്യിൽ ക്ലോറോഫോമും പഞ്ഞിയും ഉണ്ടായിരുന്നു. ഇരുട്ടുമായി കണ്ണ് പൊരുത്തപ്പെടും വരെ അയാൾ അടുക്കളയിൽ തന്നെ നിന്നു. വാതിലിന്റെ നിഴൽ തെളിഞ്ഞപ്പോൾ അയാൾ മെല്ലെ നടന്ന് സോഫിയയുടെ മുറിയുടെ മുന്നിലെത്തി. ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് അയാൾ അകത്തേക്ക് കയറി. തപ്പിത്തടഞ്ഞ അയാൾ സോഫിയയുടെ കട്ടിൽ കണ്ടുപിടിച്ചു. ജോസഫിന്റെ ഹൃദയമിടിപ്പിന്റെ വേഗം പെട്ടെന്ന് ഉയർന്നു. ശ്രദ്ധാപൂർവം ജോസഫ് കട്ടിലിന്റെ വക്കിലേക്കിരുന്നു. കനത്ത ഇരുട്ടായിരുന്നു മുറിയിൽ. കൈ നീട്ടി സോഫി ഒന്ന് തൊടാൻ കൊതി തോന്നി ജോസഫിന്. പക്ഷേ അത് അപകടമാണെന്ന് അയാൾക്ക് ഓർമ്മ വന്നു. നിർഭാഗ്യത്തിന് അവൾ ഉണർന്നു പോയാൽ തന്റെ സകല പദ്ധതികളും പൊളിയും. ആദ്യം അവളെ ബോധം കെടുത്തണം. ഷർട്ടിന്റെ പോക്കറ്റിലായിരുന്നു കുപ്പിയും പഞ്ഞിയും. അയാൾ രണ്ടും കയ്യിലെടുത്തു. മെല്ലെ കുപ്പിയുടെ അടപ്പ് തുറന്ന് അതിനുള്ളിലുണ്ടായിരുന്ന ദ്രാവകം കൊണ്ട് അയാൾ പഞ്ഞി കുതിർത്തു. മുറിയിൽ ക്ലോറോഫോമിന്റെ രൂക്ഷഗന്ധം പരന്നു. പെട്ടെന്ന് ചുമ വന്നു ജോസഫിന്. പക്ഷേ അയാൾ കടിച്ചു പിടിച്ച് ചുമയടക്കി. നനവുള്ള പഞ്ഞി വലത് കൈയിലാക്കി ഇടത് കൈകൊണ്ട് അയാൾ തലയണ പരുതി. സോഫിയയുടെ മൂക്കിന് മീതെ പഞ്ഞി കൊണ്ട് അമർത്തി പിടിക്കണം. ബലം പ്രയോഗിച്ച് കുതറിയാലും വിടരുത്. തലയണ മൊത്തം തപ്പിയെങ്കിലും ജോസഫിന് സോഫിയയുടെ തല കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അയാൾ ഒന്ന് ഞെട്ടി. കട്ടിൽ മുഴുവൻ ജോസഫ് തപ്പി നോക്കി. സോഫിയെ കിട്ടിയില്ല. ജോസഫ് ഭിത്തിയിൽ തപ്പി തടഞ്ഞ് ലൈറ്റ് ഇട്ട് നോക്കി. അവൾ മുറിയിൽ ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും സംശയം തോന്നി അവൾ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയതാണോ? ജോസഫ് ചെന്ന് അടുക്കളയിലെ ലൈറ്റ് ഇട്ട് നോക്കി. അവളെ കണ്ടില്ല. ജോളി, അയാൾ അധികം ശബ്ദമുയർത്താതെ വിളിച്ചു. പെട്ടെന്ന് ജോളി അവളുടെ മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. പകച്ചു നിൽക്കുന്ന ജോസഫിനെയാണ് അവൾ കണ്ടത്. അവൾ മുറിയിലില്ല, അയാൾ പറഞ്ഞു. പിന്നെ എവിടെ പോയി? സംശയത്തോടെ ജോളി ചോദിച്ചു. എനിക്കെങ്ങനെ അറിയാം? നിരാശയോടെ അയാൾ അവളെ നോക്കി. എല്ലാ മുറികളിലെയും ലൈറ്റ് ഇട്ടു. 2 പേരും കൂടി സോഫിയെ തെരഞ്ഞു. ഒരിടത്തും അവളില്ലായിരുന്നു. സോഫിയയുടെ മുറിയിൽ വന്ന് കട്ടിലിന്റെ കീഴിലും അവർ നോക്കി. അപ്പോഴാണ് ജോളി ഒരു കാര്യം ശ്രദ്ധിച്ചത്. സോഫിയയുടെ എയർ ബാഗ് കാണാനില്ല. കട്ടിലിന്റെ കീഴിലാണ് അവൾ അത് വെച്ചിരുന്നത്. സോഫിയയുടെ വസ്ത്രങ്ങളും കാണാനുണ്ടായിരുന്നില്ല. അവൾ രക്ഷപ്പെട്ടു ജോസഫെ,
തളർച്ചയോടെ ജോളി പറഞ്ഞു. കഷ്ടമായി പോയല്ലോ. അവൾക്ക് വല്ല സംശയം തോന്നി കാണുമായിരിക്കും. നാളെ അച്ചാച്ചനും അമ്മച്ചിയും വന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്നാ പറയും? അതായിരുന്നു ജോളിയുടെ പേടി. അവൾ ആരോടും ഒന്നും പറയാതെ ഇറങ്ങിപ്പോയെന്ന് പറയണം. ദൂരെ എങ്ങും എത്താൻ സമയമായിട്ടില്ല. ജോസഫ് പോയെന്ന് നോക്ക്, റോഡിൽ എവിടെങ്കിലും കാണും, ജോളി പറഞ്ഞു. ജോസഫ് അപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങി. സോഫിയ അപ്പോൾ ബാഗ് ചുമലിൽ തൂക്കി അതിവേഗം നടക്കുകയായിരുന്നു. അവൾക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എത്രയും വേഗം ആ വീട്ടിൽ നിന്ന് കഴിയുന്നത്ര അകലത്തേക്ക് പോകണമെന്നായിരുന്നു അപ്പോൾ അവളുടെ മനസ്സിലെ ചിന്ത. സന്ധ്യയ്ക്ക് കുളി കഴിഞ്ഞ സോഫിയ അവളുടെ മുറിയിലേക്ക് വന്നപ്പോഴാണ് മുൻവശത്ത് ആരോ സംസാരിക്കുന്നത് അവൾ കേട്ടത്. ചെന്ന് നോക്കിയപ്പോൾ ജോളിയും ജോസഫുമാണ്. വാതിൽ കർട്ടന് മറവിൽ നിന്നുകൊണ്ട് സംസാരം മുഴുവൻ അവൾ കേട്ടു. തന്നെ നശിപ്പിക്കാൻ ജോളിയും ജോസഫും കൂടി ഗൂഢാലോചന നടത്തുന്നത് കേട്ട് അവൾ ഞെട്ടിപ്പോയി. അപ്പോൾ തന്നെ തീരുമാനിച്ചതാണ് രക്ഷപ്പെടണമെന്ന്. ഇനി ആ വീട്ടിൽ താമസിക്കുന്നത് ആപത്താണ്. ജോളി ഉറങ്ങാനായി മുറിയിൽ കയറി വാതിലടച്ചപ്പോൾ അടുക്കളയിൽ ചെന്ന് നോക്കി. അടുക്കള വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. സോഫിയ നേരത്തെ വാതിലടച്ച് താഴത്തെയും മുകളിലത്തെയും ബോൾട്ട് ഇട്ടതാണ്. പിന്നീട് ജോസഫിന് വേണ്ടി ജോളി രഹസ്യമായി വന്ന് തുറന്നിട്ടതാണെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ ബാഗും എടുത്ത് സോഫിയ ഇറങ്ങിയതാണ്. മരുന്ന് മണപ്പിച്ച് ജോസഫ് തന്നെ നശിപ്പിക്കുന്നതിലും ഭേദം ആത്മഹത്യയാണ്. വിജനമായ റോഡിലൂടെ സോഫിയ മെല്ലെ നടന്നു. പള്ളിമേടയിൽ ചെന്നിരിക്കാം. അങ്ങോട്ട് ആരും വരില്ല. വന്നാൽ അച്ഛന്റെ അടുത്ത് ചെന്ന് അഭയം തേടാം. പെട്ടെന്നാണ് പിന്നിൽ നിന്ന് ഏതോ വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിൽ നിന്നുള്ള വെളിച്ചം സോഫിയ കണ്ടത്. അവൾ തിരിഞ്ഞു നോക്കി. അതൊരു കാറായിരുന്നു. അവൾ ഒരു വശത്തേക്ക് ഒതുങ്ങി നിന്നു. കാർ മുന്നോട്ട് അല്പം പോയിട്ട് നിന്നു. പിന്നെ റിവേഴ്സ് എടുത്ത് പിന്നിലേക്ക് വന്നു. സോഫിയ ഭയന്നു പോയി. നീ ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് എവിടെ പോവാ മോളെ? കാറിനുള്ളിൽ നിന്ന് ഒരു സ്ത്രീ സ്വരം ചോദിച്ചു. അതൊരു പ്രായമായ സ്ത്രീയുടെ സ്വരമായിരുന്നു. ഞാൻ എന്ത് പറയണമെന്നറിയാതെ സോഫിയ നിന്നു. പെട്ടെന്ന് കാറിന്റെ ഡോർ തുറന്നു 50 വയസ്സ് വരുന്ന ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഏതോ നല്ല വീട്ടിലെ മാന്യയായ സ്ത്രീയാണ് അവരെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവരെ കണ്ടപ്പോൾ സോഫിയയ്ക്ക് മനസ്സിലായി. ഞാനൊരു വീട്ടിൽ താമസിക്കുമായിരുന്നു. ഒരാൾ ഉപദ്രവിക്കാൻ വന്നപ്പോ ഞാൻ ഇറങ്ങി ഓടിയതാ. അവൾ സത്യം പറഞ്ഞു. നീ എങ്ങോട്ടാ പോകുന്നേ? റെയിൽവേ സ്റ്റേഷനിൽ പോണം. അവിടുന്ന് നാട്ടിലേക്ക് പോകാനാ. പെട്ടെന്ന് തോന്നിയൊരു മറുപടി അവൾ പറഞ്ഞു. കാറിന്റെ ബാക്ക് സീറ്റിൽ നിന്ന് ഒരു ചെറുപ്പക്കാരി അപ്പോൾ ഇറങ്ങി വന്നു. മുന്നിലെ ഡോർ തുറന്ന് ചെറുപ്പക്കാരായ 2 പുരുഷന്മാരും. അമ്മ പറഞ്ഞിട്ടാണ് കാർ നിർത്തിയത്. ഇനി എന്താ ഉദ്ദേശം? ഈർഷ്യയോടെ ചെറുപ്പക്കാരൻ ചോദിച്ചു. ഈ കുട്ടി റെയിൽവേ സ്റ്റേഷനിലേക്കാ. നമ്മൾ അതുവഴിയല്ലേ രമേശ പോകുന്നത്. ഇതിന് നമുക്ക് അവിടെ വിടാം, അമ്മ പറഞ്ഞു. വയ്യാവയിൽ എവിടെ കണ്ടാലും അത് പിടിച്ച് തലയിൽ വെക്കുന്നത് അമ്മയുടെ പണ്ടേയുള്ള സ്വഭാവമാ. മറ്റേ ചെറുപ്പക്കാരൻ പിറുപിറുത്തു. അമ്മ പറഞ്ഞതല്ലേ, ഈ കുട്ടിയും കൂടെ കൊണ്ടുപോവാ വേണുവേട്ട, യുവതി പറഞ്ഞു. അതോടെ അമ്മയ്ക്ക് സന്തോഷമായി. വാ മോളെ കേറ്, അവർ പറഞ്ഞു. വേറൊന്നും ഓർക്കാതെ ബാക്ക് സീറ്റിൽ സ്ത്രീകളോടൊപ്പം സോഫിയ കയറി. ഫ്രണ്ട് സീറ്റിൽ പുരുഷന്മാരും കയറി. കാർ വീണ്ടും യാത്ര തുടർന്നു. ഇതെന്റെ മോളാ ചന്ദ്രമതി. കാർ ഓടിക്കുന്നത് എന്റെ മോന വേണുഗോപാൽ. മറ്റേത് ചന്ദ്രമതിയുടെ ഭർത്താവാ രമേശൻ. ചന്ദ്രമതിയുടെ നാത്തൂന്റെ കുഞ്ഞിന്റെ ചോറൂണിന് ഗുരുവായൂർ പോട്ട് വരുവാ ഞങ്ങൾ, അമ്മ വാചാലയായി. സോഫി ഒന്നും മിണ്ടിയില്ല. ഒരാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസത്തിലായിരുന്നു അവൾ. റെയിൽവേ സ്റ്റേഷനിൽ രാത്രിയും പകലും ആളുകൾ കാണും. എങ്ങനെയും നേരം വെളുപ്പിക്കാം. രാവിലെ പ്രകാശ് സാറിനെ വിളിച്ച് വിവരം പറയാം. പുതിയ ഫോൺ നമ്പർ കയ്യിലുണ്ട്. പ്രകാശ് സാർ പറയുന്നത് പോലെ പിന്നീടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓർഫനേജിലേക്ക് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ സാർ പറയുന്നിടത്തേക്ക്. നിന്റെ പേരെന്നതാ മോളെ? അമ്മ ചോദിച്ചു. സോഫിയ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ആരുമില്ല. അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. അയ്യോ കഷ്ടം, അമ്മ ദുഃഖത്തോടെ പറഞ്ഞു. കാറിലുള്ളവരാരും ഒന്നും മിണ്ടിയില്ല. അതാണോ നീ ബന്ധുവീട്ടിൽ പോയി താമസിച്ചേ? ഇനി എങ്ങോട്ട് പോകും? അമ്മ വീണ്ടും ചോദിച്ചു. അവൾ ഒന്നും പറഞ്ഞില്ല. നീ ഞങ്ങളുടെ കൂടെ വരുന്നോ മോളെ? പ്രതിഷേധത്തോടെ ചന്ദ്രമതി അമ്മയുടെ കയ്യിൽ രഹസ്യമായി പിടിച്ചമർത്തി. ആ കുട്ടി അതിനിഷ്ടമുള്ളിടത്ത് പോട്ടെ. അമ്മ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നേ? ചന്ദ്രമതി അമ്മയെ ശാസിച്ചു. എന്നെ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടാ മതി, സോഫിയ പെട്ടെന്ന് പറഞ്ഞു. കാർ ചെറിയൊരു ടൗണിലേക്ക് പ്രവേശിച്ചു. പിന്നെ മെയിൻ റോഡ് വഴി അല്പദൂരം ഓടിയിട്ട് സൈഡ് റോഡിലേക്ക് തിരിഞ്ഞു. ഒരു തീവണ്ടി ചീറിപ്പാഞ്ഞു പോകുന്ന ശബ്ദം സോഫിയ കേട്ടു. ഇവിടെ ഇറങ്ങിക്കോ, ഇതാ സ്റ്റേഷൻ, കാർ നിർത്തിയിട്ട് വേണുഗോപാൽ പറഞ്ഞു. സോഫിയ കാറിൽ നിന്നിറങ്ങി. സൂക്ഷിക്കണേ മോളെ, കാറിനുള്ളിൽ നിന്ന് അമ്മ പറഞ്ഞു. അവൾ തല കുലുക്കി. അടുത്ത നിമിഷത്തിൽ തന്നെ ഡോർ അടഞ്ഞു. കാർ മുന്നോട്ട് കുതിച്ചു.
എക്സ്പ്രസ് ട്രെയിനുകൾ നിർത്താത്ത ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനായിരുന്നു അത്. പുറത്ത് ഓട്ടോറിക്ഷകളോ ടാക്സി കാറുകളോ ഉണ്ടായിരുന്നില്ല. 11 മണി കഴിഞ്ഞതിനാൽ സമീപത്തുണ്ടായിരുന്ന കടകളും അടച്ചിരുന്നു. സോഫിയ സ്റ്റേഷനിലേക്ക് കയറി ചെന്നു. അവൾ ഞെട്ടിപ്പോയി. വെയിറ്റിംഗ് റൂമിലോ പ്ലാറ്റ്ഫോമിലോ ഒരൊറ്റ ആൾ പോലും ഉണ്ടായിരുന്നില്ല. സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിയിൽ മാത്രം 2 പേരുണ്ട്. അവൾ ഒരു ബെഞ്ചിലിരുന്നു. എങ്ങനെയെങ്കിലും നേരം വെളുപ്പിക്കണം. എന്നിട്ട് ടെലിഫോൺ ബൂത്ത് കണ്ടുപിടിച്ച് പ്രകാശ് സാറിന് ഫോൺ ചെയ്യണം. ബെഞ്ചിൽ ചാരിയിരുന്ന് സോഫി ഒന്ന് കണ്ണടച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ ആരോ അവളെ കുലുക്കി വിളിച്ചു. നോക്കിയപ്പോൾ കാക്കി വേഷം ധരിച്ചൊരു മധ്യവയസ്കനാണ്. അയാളുടെ കയ്യിൽ പച്ചക്കൊടിയും ചുവന്ന കൊടിയും ചുരുട്ടിപ്പിടിച്ചിരിക്കുന്നു. അയാൾ റെയിൽവേ ജീവനക്കാരനാണെന്ന് അവൾക്ക് മനസ്സിലായി. എവിടെ പോകാനാ? അയാൾ ചോദിച്ചു. രാവിലത്തെ വണ്ടിക്ക്. എന്ത് പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. നീ ഒറ്റയ്ക്കാണോ? അതേ എന്ന അർത്ഥത്തിൽ അവൾ തലകുലുക്കി. അയാൾ അവളെ അടിമുടി ഒന്ന് നോക്കി. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന അപകടമാ. വാ, സ്ത്രീകൾക്ക് വേറെ മുറിയുണ്ട്. ബാഗും എടുത്ത് സോഫി എഴുന്നേറ്റു. അയാളുടെ പിന്നാലെ അവൾ ചെന്നു. പ്ലാറ്റ്ഫോമിന്റെ വെളിയിലേക്കുള്ള ഒരു ചെറിയ കെട്ടിടത്തിലേക്കാണ് അയാൾ അവളെ കൊണ്ടുപോയത്. വാതിൽ തുറന്ന് അയാൾ അകത്ത് കയറി ലൈറ്റിട്ടു. ഇരിക്കി, അയാൾ പറഞ്ഞു. 3-4 കസേരകൾ ഉണ്ടായിരുന്നു ആ മുറിയിൽ. സോഫിയയ്ക്ക് ഒരു പന്തികേട് തോന്നി. അയാൾ അകത്തെ മുറിയിലേക്ക് പോയി. റെയിൽവേ ജീവനക്കാർക്കുള്ള സ്റ്റാഫ് ക്വാർട്ടേഴ്സാണ് അതെന്ന് അവൾക്ക് മനസ്സിലായി. എങ്കിൽ സ്ത്രീകൾ ആരെങ്കിലും കാണുമല്ലോ ഇവിടെ. അവൾ അകത്തെ മുറിയിലേക്ക് എത്തി നോക്കി. അപ്പോൾ അയാൾ ഒരു ഗ്ലാസ്സിലേക്ക് മദ്യം പകരുകയായിരുന്നു. പെട്ടെന്നാണ് അയാൾ തിരിഞ്ഞു നോക്കിയത്. അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങി ഓടി. നില്ലടി അവിടെ! അയാൾ പിന്നാലെ ചെന്നു. സോഫിയ സർവ്വശക്തിയും എടുത്ത് ഓടി. മെയിൻ റോഡിലേക്കാണ് അവൾ ഓടി വന്ന് കയറിയത്. റോഡിലെത്തി അവൾ നടുവിൽ തന്നെ കുഴഞ്ഞു വീണു. അപ്പോൾ പാഞ്ഞു വന്ന ഒരു ടൂറിസ്റ്റ് ബസ് അവളെ തൊട്ടില്ലെന്ന മട്ടിൽ സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. കോളേജിൽ നിന്ന് ഉല്ലാസയാത്ര കഴിഞ്ഞു വരുന്ന ബസ്സായിരുന്നു അത്. കുറെ ആൺകുട്ടികളും പെൺകുട്ടികളും ചാടിയിറങ്ങി. സോഫിയ അവർ താങ്ങിയെടുത്തു. നെറ്റിയിൽ മുറിവുണ്ട്. ചോര കണ്ട് കാവ്യ പറഞ്ഞു. നമുക്ക് കൊണ്ടുപോകാം. പോകുന്ന വഴിയിൽ ഹോസ്പിറ്റൽ കാണാതിരിക്കില്ല, മഞ്ജരി പറഞ്ഞു. ഒരു കന്യാസ്ത്രീ ബസ്സിൽ നിന്ന് ഇറങ്ങി വന്നു. കുട്ടികൾ അവരോട് കാര്യം പറഞ്ഞു. നമുക്ക് കൊണ്ടുപോകാം, ഒറ്റയ്ക്കല്ലേ? സിസ്റ്റർ ഇസബെല്ല സമ്മതിച്ചു. കുട്ടികൾ സോഫിയെ താങ്ങിയെടുത്ത് ബസ്സിൽ കയറ്റി. ഒരു കുട്ടി അവളുടെ ബാഗും എടുത്തു. ബസ് വീണ്ടും യാത്ര തുടർന്നു. രാവിലെ പതിവിലും നേരത്തെ ജെയിംസ് ഉണർന്നു. യമുന അപ്പോഴും ഉറക്കമായിരുന്നു. അയാൾ അപ്പോൾ ഗ്ലോറിയയെ കുറിച്ചാണ് ചിന്തിച്ചത്. ഇനി അവളെ കെട്ടിക്കണം. പ്രശ്നങ്ങളൊന്നുമില്ല. തടസ്സങ്ങൾ മാറിയിരിക്കുന്നു. പെട്ടെന്ന് യമുന കണ്ണുകൾ തുറന്നു. എന്താ ആലോചിക്കുന്നേ? അയാളുടെ മുഖം കണ്ട് അവൾ ചോദിച്ചു. നമ്മുടെ മോൾക്കൊരു ചെറുക്കനെ കണ്ടുപിടിക്കണ്ടായോ? വേണം. ഞാനും അതേപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. ഗ്ലോറിയയ്ക്ക് പറ്റിയൊരു ചെറുക്കനെ കണ്ടുപിടിക്കുന്നത് അത്ര എളുപ്പമായ കാര്യമല്ല ജെയിംസേ. അതെ, നമ്മുടെ നിലയ്ക്കും വിലയ്ക്കുമൊത്ത കുടുംബത്തിൽ നിന്നവനായിരിക്കണം. പിന്നെ അവളുടെ ബുദ്ധി സാമർഥ്യത്തോട് കിടപിടിക്കുന്നവനാവണം. നമുക്ക് പത്രത്തിൽ നല്ലൊരു പരസ്യം കൊടുത്താലോ? കുറെ മറുപടികൾ കിട്ടും. യോജിച്ച പ്രപ്പോസൽ വന്നാൽ സെലക്ട് ചെയ്യാലോ? യമുന ഒരു അഭിപ്രായം പറഞ്ഞു. അത് നേരാ, അയാൾ സമ്മതിച്ചു. 2-3 മാസത്തിനുള്ളിൽ കല്യാണം നടത്തണം. എല്ലാം ആർഭാടമായിരിക്കണം. പത്രത്തിൽ വിവാഹ ഫോട്ടോ കൊടുക്കണം. പേൾ വ്യൂവിൽ യമുനയുടെയും ജെയിംസ് ജോർജിന്റെയും മകൾ ഗ്ലോറിയയും. പെട്ടെന്ന് അയാളൊന്ന് ഞെട്ടി. എവിടെങ്കിലും ഇരുന്ന് സന്ധ്യ ആ പത്രവാർത്ത കാണും. ഗ്ലോറിയ സ്വന്തം മകളാണെന്ന് അവൾ തിരിച്ചറിയുമോ? എവിടായിരിക്കും ഇപ്പോൾ സന്ധ്യ? കല്യാണം കഴിഞ്ഞ് കുടുംബവുമായിട്ട് എന്താ ആലോചിക്കുന്നേ? യമുന വീണ്ടും ചോദിച്ചു. ഒന്നുമില്ല, മോളോട് ഇക്കാര്യം പറഞ്ഞിട്ട് വേണ്ടേ പരസ്യം കൊടുക്കാൻ? പറയാം. അന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് ജെയിംസ് അക്കാര്യം അവതരിപ്പിച്ചത്. എനിക്കിപ്പോഴേ കല്യാണം വേണ്ട ഡാഡി, ലജ്ജ അഭിനയിച്ച് അവൾ പറഞ്ഞു. പിന്നെപ്പോഴാ? മൂക്കിൽ പന്തില് വന്നിട്ടോ? ഇനി ഞങ്ങൾക്ക് കാത്തിരിക്കാൻ വയ്യ മോളെ. കമ്പനി ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ടു പോകാനുള്ള ത്രാണി ഉണ്ട് നിനക്കിപ്പോ. എന്നാലും സഹായത്തിന് ഒരാൾ വേണം നിനക്ക്, ജെയിംസ് പറഞ്ഞു. സഹായത്തിന് ഡാഡി ഉണ്ടല്ലോ. പോരാ, ഞാൻ ഇനി ഓഫീസിലേക്ക് വരുന്നില്ല. വീട്ടിൽ തന്നെ ഇരിക്കാൻ പോവാ. നിന്റെ മമ്മിക്കും എനിക്കും ബോറടി മാറ്റാൻ ഒരു പേരക്കുട്ടിയെ വേണം. ഈ ഡാഡി. ഗ്ലോറിയ നാണത്തോടെ എഴുന്നേറ്റോടി. ജെയിംസ് യമുനയും പൊട്ടിച്ചിരിച്ചു. ഗ്ലോറിയ ഓഫീസിലേക്ക് പോയപ്പോൾ അവർ 2 പേരും കൂടിയിരുന്ന് അവൾക്ക് വേണ്ടിയിട്ട് വിവാഹ പരസ്യം തയ്യാറാക്കി. ഗ്ലോറിയ ഓഫീസിൽ ചെന്ന് അല്പനേരം കഴിഞ്ഞപ്പോൾ അവളുടെ മൊബൈലിൽ ഒരു കോൾ വന്നു. ഐസക്കിന്റെ കോൾ ആയിരുന്നു അത്. മടിയോടെയാണ് അവൾ അതെടുത്തത്. ഹലോ അങ്കിൾ. ഹലോ ഗ്ലോറിയ, സുഖമല്ലേ മോളെ? സുഖമാ അങ്കിൾ. എല്ലാം ഇങ്ങനെയൊക്കെ ആയതിൽ എനിക്ക് വിഷമമുണ്ട് മോളെ. റോബിൻ വേറൊരു പെണ്ണുമായി ഇഷ്ടത്തിലാണെന്ന് പിന്നീടാവാൻ പറഞ്ഞത്. ആ നുണ കേട്ട് അവൾ ചിരിയടക്കി. സാരയില്ലെങ്കിൽ വലിയ വിഷമമുണ്ട് എനിക്ക്.
പക്ഷേ ഞാനതെല്ലാം മറക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോ വിളിച്ചത് വേറൊരു കാര്യം പറയാനാ. ആ തോബിയാസ് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. മോൾ ശ്രദ്ധിക്കണം. എനിക്ക് അയാളെ പേടിയില്ലെങ്കിൽ ഇനി അയാൾ എന്നെ ഉപദ്രവിക്കാൻ വന്നാൽ ഒറ്റ വെടിക്ക് ഞാൻ അയാളെ കഥ കഴിക്കും. അബദ്ധമൊന്നും കാണിക്കല്ലേ. മോൾ 1-2 ബോഡി ഗാർഡിനെ വെക്കുന്നത് നല്ലതാ, ഐസക് പറഞ്ഞു. അതൊരു നല്ല നിർദ്ദേശമാണെന്ന് അവൾക്ക് തോന്നി. താങ്ക്സ് അങ്കിൾ. ഒറ്റയ്ക്കുള്ള യാത്രകൾക്ക് അവസാനമുണ്ടാകണം. തൽക്കാലം ബോഡി ഗാർഡുകൾ മതി, പിന്നീട് കല്യാണം. 12:30 ഗ്ലോറിയ താഴെ വന്ന് കാറിൽ കയറി പേൾ വ്യൂയിലേക്ക് പുറപ്പെട്ടു. പെട്ടെന്ന് ഒരു കറുത്ത കാർ പാഞ്ഞു വന്ന് അവളുടെ കാറിന്റെ മുമ്പിൽ വിലങ്ങനെ നിന്നു. ഗ്ലോറിയ കാർ നിർത്തി. മുന്നിൽ നിന്ന കറുത്ത കാറിൽ നിന്ന് പെട്ടെന്ന് 2 ചെറുപ്പക്കാർ ചാടിയിറങ്ങി. അവൾ ഗ്ലോറിയെ അവളുടെ കാറിൽ നിന്ന് വലിച്ചിറക്കി ബലം പ്രയോഗിച്ച് കറുത്ത വാനിന്റെ ബാക്ക് സീറ്റിൽ കയറ്റി. എല്ലാം ഞൊടിയിടയിൽ കഴിഞ്ഞു. കാർ മുന്നോട്ട് ചീറിപ്പാഞ്ഞു. ഗ്ലോറിയെ നടുവിലിരുത്തി ചെറുപ്പക്കാർ 2 പേരും അവളെ ബലമായി പിടിച്ചു. കാറിന്റെ ഡ്രൈവർ മെല്ലെ അവളെ തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചു. അത് തോബിയാസ് ആയിരുന്നു. മാനസപുത്രി എന്ന നോവലിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്